إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ വലിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലയളവിൽ മനുഷ്യ സമൂഹം നേരിടാൻ പോകുന്ന ഏറ്റവും കഠിനമായ ശക്തമായ പരീക്ഷണമായി കൊണ്ടുള്ള ആ മനുഷ്യൻ, ആ വ്യക്തിത്വം, അവനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് കഴിഞ്ഞ ദർസിൻ്റെ ആ സദസ്സിൽ വെച്ച് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ ആ ദജ്ജാലിനെ കുറിച്ച് വന്ന ഭാഗങ്ങൾ ഹദീസുൽ ജസ്സാസ എന്ന പേരിൽ പ്രസിദ്ധമായ തമീമുദ്ദാരി എന്ന് പറയുന്ന സഹാബി പ്രമുഖൻ ഫലസ്തീനിയായിരുന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നസാറ മതക്കാരനായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ കുറച്ച് ആളുകൾക്ക് അനുഭവപ്പെട്ട ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. തമീമുദ്ദാരി എന്ന് പറയുന്ന ഈ സഹാബിക്ക് മറ്റ് സഹാബികൾക്കാർക്കുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള സഹാബികൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇപ്രകാരം. ഈ വിഷയത്തിൽ തമീമുദ്ദാരിയിൽ നിന്നുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം, അദ്ദേഹം കണ്ടൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിനോട് അത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുമ്പ് സഹാബികൾക്ക് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കൃത്യമായി യോജിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഫജ്ർ നിസ്കാരത്തിൻ്റെ ശേഷം ആളുകളെ വിളിച്ചുകൂട്ടി വിളംബരം ചെയ്ത് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായി തമീമുദ്ദാരിയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾ കേൾക്കി, സത്യമാണ് ആ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞ ദർസിൽ വെച്ച് നമ്മൾ വായിച്ചിരുന്നു. ആരെങ്കിലും അത് അന്ന് നോക്കിയ ആളുകളുണ്ടെങ്കിൽ എവിടെയാണ് എത്തിയത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാമായിരുന്നു. അല്ലെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഈ ഭാഗത്തിൽ നിന്ന് ഞാൻ അത് വായിക്കുകയാണ്. ലഹ്മ ജുദാം എന്ന് പറയുന്ന ഫലസ്തീനികളായ ഗോത്രത്തിൽപ്പെട്ട അറബികളുമായിട്ടാണ്, ആ ആളുകളുടെ കൂടെയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കടലിൽ ഒരിക്കൽ സഞ്ചരിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു മാസത്തോളം കടലിലുള്ള കാറ്റും കോളും അവർക്ക് ദിശയിലേക്ക്, അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ ആ കടലിൽ അവർ കഴിച്ചുകൂട്ടേണ്ടി വന്നു എന്നുള്ളത്. അങ്ങനെ പിന്നെ അല്പം അവർക്ക് ആശ്വാസം വന്ന സമയത്ത് കടലിലുണ്ടായിരുന്ന ഒരു ദ്വീപിലേക്ക് അവർ അഭയം തേടി. അങ്ങനെ ആ കപ്പലിൻ്റെ, അവരുടെ തോണി, അതിൻ്റെ ഏറ്റവും കരയോട് അടുത്ത ഭാഗത്ത് അവരിരുന്നു. ആ ജസീറയിൽ, ആ ദ്വീപിലേക്ക് അവർ പ്രവേശിച്ചു. അങ്ങനെ അവിടെ വെച്ച് ഒരു മൃഗം അവരെ കണ്ടുമുട്ടി. അഹ്ലബ് എന്ന് പറയുന്ന കസീറുഷാ, ശരീരത്തിൽ ധാരാളം പരുപരത്ത കട്ടിയുള്ള രോമങ്ങളുള്ള ഒരു മൃഗം അവരെ കണ്ടു. ലാ യദ്റൂന മാ ഖുബുലഹു മിൻ ദുബുരിഹി മിൻ കസറത്തി ഷഅർ, അതിശക്തമായ രോമാവൃദ്ധമായ ശരീരം കാരണം അതിൻ്റെ മുന്നേതാണ് പിന്നേതാണ് എന്നവർക്ക് തിരിച്ചറിയാത്ത നിലക്കുള്ള പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു മൃഗമാണ് കണ്ടുമുട്ടിയത്. അവർ ചോദിച്ചു, വൈലക്കി മാ അന്തി, ഈ ദ്വീപിൽ ജനവാസമില്ലാത്ത ഈ സ്ഥലത്ത് നിന്റെ നാശം, നീ എന്താണ് സാധനം? അത് പറഞ്ഞു, അനിൽ ജസ്സാസ. ഈ ഹദീസ് അതുകൊണ്ട് തന്നെ ഹദീസുൽ ജസ്സാസ എന്ന പേരിൽ പ്രസിദ്ധമാണ്. അവർ ചോദിച്ചു, എന്താണ് ജസ്സാസ?
അപ്പൊ ആ മൃഗം പറഞ്ഞു, അയ്യുഹൽ ഖൗം, ജനങ്ങളെ, എന്നെക്കുറിച്ച് ചോദിച്ച് വിശദീകരണം പറയുന്നതിന് മുൻപ് ഇൻ ത്വലിഖു ഇലാ ഹാദർ റജുലി ഫിദ്ദൈർ, അവിടെയുള്ള മഠത്തിൽ, അതല്ലെങ്കിൽ ആ മഠം എന്ന് പറയുന്ന മഠങ്ങൾ പോലത്തെ അതിൽ ഇരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ പോയി. ഫഇന്നഹു ഇലാ ഖബരിക്കും ബിൽ അഷ്വാഖ്, ഒരു മനുഷ്യന്മാരാരെങ്കിലും വന്ന് അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വളരെ ആശയോടെ ഇരിക്കുകയാണ്, കഴിച്ചുകൂട്ടുകയാണ് വ്യക്തി എന്ന് പറഞ്ഞു. ഖാല, തമീം റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ സമ്മത്ത് ലനാ റജുലൻ ഫറഖ്നാ മിൻഹാ, ഒരു മനുഷ്യനെ കുറിച്ച് ഇവിടെ ഒരു മനുഷ്യനുണ്ട്, അപരിചിതമായ സ്ഥലം, മറ്റുള്ള ആളുകളില്ലാത്ത സ്ഥലത്ത് ഈ ദ്വീപിലൊരു മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ചുപോയി. അൻ തകൂന ശൈത്താന, അതൊരു പിശാചായിരിക്കുമോ എന്ന്. ഖാല, ഏതാണെങ്കിലും ഫൻതലഖ്നാ സിറാഅൻ, ഞങ്ങൾ വേഗത്തിൽ പോയി. ഹത്താ ദഖൽന അദ്ദൈർ, ആ പറയുന്ന മഠത്തിൽ ആ വ്യക്തി ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കടന്നു ചെന്നു. ഫഇദാ ഫീഹി അഅ്ളമു ഇൻസാനിൻ റഅയ്നാഹു ഖത്തു ഖുലുഖൻ, പടപ്പത്തരത്തിൽ അജാനുബാഹുവായ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിപ്പമുള്ള ശരീരത്തിന്റെ അജാനുബാഹുവായ ഒരു മനുഷ്യനെ ഞങ്ങൾ അവിടെ കണ്ടു. വഅശദ്ദഹു വിഥാഖൻ, ശക്തമായി കെട്ടിഭദ്രമായി അവിടെ ചങ്ങലക്കിടപ്പെട്ട് വെക്കപ്പെട്ട വ്യക്തിയാണ് ആ മനുഷ്യൻ. മജ്മുഅത്തുൻ യദാഹു ഇലാ ഉനുഖിഹി, അവന്റെ രണ്ട് കൈയും കഴുത്തിലേക്ക് കൂട്ടി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മാ ബൈന റുക്ബതൈഹി ഇലാ കഅബൈഹി, അവന്റെ രണ്ട് മുട്ടിൻകാലും നെരിയാണിലേക്ക് കൂട്ടി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബിൽ ഹദീദി, ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ട്. ഞങ്ങൾ ചോദിച്ചു, വൈലക മാ അൻത്, നിന്റെ നാശം എന്താണിനി? അത് പറഞ്ഞു, ഖദ് ഖദർതും അലാ ഖബരി, എന്റെ വിവരം നിങ്ങൾ അറിഞ്ഞു, കണ്ടു, നിങ്ങൾ എന്നെപ്പറ്റി കണ്ട് മനസ്സിലാക്കി, അതുകൊണ്ട് ഫഅഖ്ബിറൂനി മാ അൻത്, നിങ്ങൾ ആരാണ്, എവിടുന്നാണ്, ഒന്ന് പറഞ്ഞു തരും. അവർ പറഞ്ഞു, നഹനു ഉനാസും മിനൽ അറബി, ഞങ്ങൾ അറബികളായ ആളുകൾ, ഫലസ്തീൻ അറബികളായിരുന്നവർ. റക്കിബന ഫീ സഫീനത്തിൻ ബഹരിയ, അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞു. കടൽ ശോഭിച്ച സമയത്താണ് ഞങ്ങൾ ആ കടലിൽ യാത്ര ചെയ്തത്. 1 മാസം ഞങ്ങൾ ഈ കടലിൽ കഴിച്ചുകൂട്ടി, തിരമാല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചു. അങ്ങനെയാണ് നീ താമസിക്കുന്ന ഈ ദ്വീപിലേക്ക് ഞങ്ങൾ അഭയം തേടി എത്തിപ്പെട്ടത് എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ എത്തിയപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഒരു മൃഗത്തിനെ കണ്ടുമുട്ടി. ആ മൃഗത്തിന്റെ സ്ഥിതി ഇതാണ്, അഹ്ലബാണ്, ശരീരത്തിൽ രോമാവൃതമായ പരിപരുത്ത കട്ടിയുള്ള രോമം കൊണ്ട്, അതിന് മുന്നും പിന്നും തിരിച്ചറിയാത്ത രൂപത്തിൽ. അത് പറഞ്ഞു ജസ്സാസിയാണ്. അങ്ങനെ ആ പറയുന്ന ജീവിയാണ് നിന്റെ അടുത്തേക്ക് ഞങ്ങളെ എത്തിച്ചു തന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവർ പറഞ്ഞു. അപ്പോ അഖ്ബൽനായിലേക്ക് സിറാഅൻ വഫരിഅനാ മിൻഹ, ഞങ്ങൾ നീ ഒരു പിശാചായിരിക്കുമോ എന്ന് പേടിച്ചു, ഏതാണ് നിങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഫഅഖ്ബിർനു അൻ നഖ്ലി ബൈസാൻ, ഫലസ്തീൻകാരാണ് എന്ന് പറഞ്ഞപ്പോ, ലഹ്മു ജുദാം എന്ന് പറഞ്ഞ ഫലസ്തീൻകാരാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ബൈസാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈത്തപ്പന മരങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരും, ഫലസ്തീനുള്ള സ്ഥലമാണത്. ശേഷം അതിനെക്കുറിച്ച് ചെറിയ വിശദീകരണങ്ങൾ നമ്മൾ പറയാം. ബൈസാൻ എന്ന് പറയുന്ന ആ സ്ഥലം ഇന്നും അത് നമുക്ക് ഇന്റർനെറ്റ് പോലത്തിൽ നോക്കിയാൽ പരിശോധിച്ചാൽ കാണാൻ വിശാലമായി പരന്നു കിടക്കുന്ന കൃഷിസ്ഥലങ്ങളാണ്. ജൂതന്മാരായ ആളുകൾ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പറയപ്പെടുന്നത് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അന്ന് ഈത്തപ്പന മരങ്ങൾ നട്ടു എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിന്നീട് മറ്റുള്ള ആളുകൾ കൃഷി ചെയ്യാതെ തന്നെ തന്നാൽ അവിടെ ഈത്തപ്പന മരങ്ങൾ വളർന്നു വരുന്ന ലോകത്തുള്ള ഏറ്റവും ഉത്തമമായ നിലവാരമുള്ള കാരക്കയാണ് അതിൽ നിന്ന് വിളയുന്നത്. ആ പറയുന്ന ബൈസാന് തോട്ടത്തിലുള്ള ഈത്തപ്പന മരങ്ങളെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു, അൻ അയ്യഷ എനിഹാ തസ്തഖ്ബിർ, അതിലുള്ള എന്തിനെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അസ്അലുക്കും അൻ നഖ്ലിഹ, അവിടെയുള്ള ഈത്തപ്പന മരങ്ങളുടെ അവസ്ഥ എന്താണ്, ഹൽ യുസ്മിറു, ഇന്നും അതിൽ കായ ഉണ്ടാകുന്നുണ്ടോ. ഞങ്ങൾ പറഞ്ഞു, അതെ, അവിടെ കൃഷി നടക്കുന്നുണ്ട്, അതിൽ കായകൾ ഉണ്ടാകുന്നുണ്ട്. ഖാല അമാ ഇന്നഹു യൂഷിക്കു അൻ ലാ തുസ്മിർ, അതൊക്കെ ആ കൃഷിയൊക്കെ നശിച്ച് അതിലൊന്നും പിന്നെ കായ്ക്കനികളില്ലാത്തൊരവസ്ഥ വരാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ ശേഷം പറഞ്ഞു, അഖ്ബിറൂനി അൻ ബുഹൈറത്തി ത്വബരിയ എന്ന് പറയും, അതല്ലെങ്കിൽ ത്വബരിയ, രണ്ട് നിലക്കും അതിനെക്കുറിച്ച് പറയലുണ്ട്. ത്വബരിയ തടാകത്തെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരി. അതും തന്നെ ഫലസ്തീൻ ജോർദാനിന്റെ ഇടയിലുള്ള അല്പം വിശാലമായ ഒരു വെള്ളത്തടാകമാണ്. ഞങ്ങൾ പറഞ്ഞു, അൻ അയ്യഷ എനിഹാ തസ്തഖ്ബിർ, അതിനെക്കുറിച്ച് എന്താണ് എനിക്കറിയേണ്ടത്. ആ വ്യക്തി പറഞ്ഞു, ഹൽ ഫിഹാ മാഉൻ, അതിൽ വെള്ളമുണ്ടോ. അവർ പറഞ്ഞു, ഹിയ കതീറത്തുൽ മാ, ധാരാളം വെള്ളം അതിലുണ്ട്. അപ്പോ ആ വ്യക്തി പറഞ്ഞു, അമാ ഇന്നമാ അഹാ യൂഷിക്കു അൻ യദ്ഹബ്, അതിലുള്ള വെള്ളമൊക്കെ വറ്റി വരണ്ടു പോകാൻ അടുത്തായിട്ടുണ്ട്, കുറഞ്ഞ കാലത്തിന്റെ ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ആ വ്യക്തി അവരോട് ചോദിച്ചു, ഐനു സുഗർ, അതും തന്നെ ഫലസ്തീനിലുള്ള ഒരു പ്രദേശമാണ്. ഐനു സുഗർ, ഇന്ന് ഈ കഴിഞ്ഞ മാസം ജൂതന്മാരായ ആളുകളും മറ്റുമുണ്ടായിരുന്ന ഫലസ്തീനിലുള്ള ആളുകളുമായുള്ള ഈ പ്രയാസങ്ങൾ, ഈ സംഭവങ്ങളുടെ ഇടയിൽ നിങ്ങൾ കേട്ടിരിക്കും, ബിൻ ഖുറിയോൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ട്, ജൂതന്മാരുടെ നാട്ടിലുള്ള ആ പറയുന്ന ബിൻ ഖുറിയോൻ എന്ന് പറയുന്ന ആ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഐനു സുഗർ എന്ന് പറയുന്ന ഈ പ്രദേശത്താണ്.
ഇതൊക്കെ ഫലസ്തീനിലുള്ള രാജ്യങ്ങളാണ്. അതിനെക്കുറിച്ച് ചോദിച്ചു. അവിടെയുള്ള ആ വെള്ളം ഉപയോഗിച്ച് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ ജനവാസമുണ്ടോ, ഉപയോഗ്യമാണോ ആ സ്ഥലങ്ങളൊക്കെ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, അതെ, അവിടെയുള്ള വെള്ളം ഉപയോഗിച്ച് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്, അതൊക്കെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ ഇന്ന് ജീവിതമുണ്ട്, ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം പറഞ്ഞ നഖ്ലു ബൈസാൻ എന്ന് പറയുന്നത് ജൂതന്മാരായ ആളുകൾ അതിൻ്റെ പേരുകളൊക്കെ ചില നിലക്ക് മാറ്റിയിട്ടുണ്ട്. ആ പറയുന്ന നഖ്ലു ബൈസാൻ എന്ന് പറയുന്ന ഹദീസിൽ വന്നത് ഏകദേശം ഫലസ്തീൻ്റെയും സിറിയയുടെയും ജോർദാന്റെയും ഒക്കെ ഇടയിൽ ഉള്ള അതിപുരാണമായ ഒരു പ്രദേശമാണ് നഖ്ലു ബൈസാൻ എന്ന് പറയുന്നത്. പ്രസിദ്ധമായ ഈ പറയുന്ന ഈത്തപ്പന കൃഷിത്തോട്ടങ്ങളും മറ്റുള്ള ധാന്യത്തിൻ്റെ കൃഷിസ്ഥലങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവിടെ മുമ്പ് മുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു ആ സ്ഥലങ്ങളിൽ മുഴുവനും. അങ്ങനെ പിന്നെ ജൂതന്മാരായ അക്രമികളായ ആളുകൾ മുസ്ലിമീങ്ങളുടെ ഈ സ്ഥലങ്ങൾ കയ്യേറുകയും മുസ്ലിമീങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് അവിടെ നിലവിൽ മുസ്ലിമീങ്ങളായ ആളുകൾ ആരുമില്ല, ജൂതന്മാരുടെ കയ്യിലാണ് ആ പ്രദേശങ്ങൾ മുഴുവൻ. അധിനിവേശം നടത്തി. അവിടെ ഇന്ന് മുമ്പ് മരണപ്പെട്ട മുസ്ലിമീങ്ങളുടെ മക്ബറകൾ മാത്രമാണ്. അത് തന്നെ ഈ ജൂതന്മാരായ ആളുകളുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടെ ടണലുകളും കനാലുകളും റോഡുകളും വഴികളും വെട്ടിക്കൊണ്ട് ഈ പറയുന്ന മരിച്ചുപോയ ആ മുസ്ലിമീങ്ങളുടെ മക്ബറ അതുപോലും ഇന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ശേഷം പറഞ്ഞ ഈ ഐനു സുഗർ എന്ന് പറയുന്ന ആ പേര്, സുഗർ എന്ന പേര് എന്തുകൊണ്ട് ആ സ്ഥലത്തിന് വന്നു? ചരിത്രകാരന്മാരായ ആളുകൾ പലതും പറയുന്നു. തൗറാത്ത് അഥവാ ബൈബിളിന്റെ പഴയ നിയമം, അതിലൊക്കെ അവർ പറയുന്നത് മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളെ പേരാണ് സുഗർ എന്നൊക്കെ അവർ അഭിപ്രായം പറയുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനും തള്ളാനും കൊള്ളാനും പാടില്ലാത്ത വിവരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഐനു സുഗർ. ഈ ഐനു സുഗർ എന്ന് പറയുന്നതും ഇതുപോലെ മനുഷ്യവാസമുണ്ടായിരുന്ന വളരെ ബഹുമാനാദരവുള്ള ഖൈറാത്തുകളും നിയമത്തുകളും ധാരാളമുണ്ടായിരുന്ന സ്ഥലമാണ്. പരിശുദ്ധ ഖുർആനിലെ മുഅ്തഫിക എന്ന് വന്ന ആ പ്രദേശം, അതാണ് യഥാർത്ഥത്തിൽ ഈ ഐനു സുഗർ എന്ന് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ പലരും എഴുതി വച്ചത് കാണാം. ഐനു സുഗർ എന്ന് പറയുന്ന ആ പ്രദേശം ഏകദേശം ഫലസ്തീനിലുള്ള ഖുദ്സ് പട്ടണത്തിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണ് ഐനു സുഗർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഈ പറയുന്ന വ്യക്തി അവരോട് ചോദിച്ച മറ്റു ഒരു സ്ഥലം ഐനു സുഗർ, അതിനെക്കുറിച്ചൊക്കെ വലിയ പര്യവേഷണങ്ങളും പുരാവസ്തു ഗവേഷണങ്ങളും നടത്തി ഏകദേശം 9000 വർഷം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് 9000 വർഷം മനുഷ്യവാസം ഈ ഭൂമിയിലുണ്ടായ ഏറ്റവും ആദ്യത്തെ പ്രദേശങ്ങളാണ് എന്നൊക്കെ പല വിവരങ്ങളും അതിനെക്കുറിച്ച് വന്നത് കാണാൻ കഴിയും. ഇതാണ് ഐനു സുഗർ. ഞാൻ പറഞ്ഞു, ബിൻ ഖുറിയോൻ എന്ന് പറയുന്ന യമനിലുള്ള ഹൂത്തികളായ ആളുകൾ പല സമയത്തും ബോംബുകളും ഡ്രോണുകളും ഇതുപോലത്തെ ഉപകരണങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെട്ട് പത്രങ്ങളിലൊക്കെ വന്ന ബിൻ ഖുറിയോൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് ജൂതന്മാരുടെ ഈ നാട്ടിലുള്ള അത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന പ്രദേശത്താണ്. പിന്നെ തൊബരിയ തടാകം എന്ന് പറയുന്നത് ഫലസ്തീനിൽ നിന്ന് ജോർദാനിലേക്ക് പോകുന്ന, അതേപോലെ സിറിയയിൽ നിന്നുള്ള ജോലാൻ എന്ന് പറയുന്ന ആ കുന്ന് പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന പ്രദേശമാണ്. ഇന്നും അതൊക്കെ ജൂതന്മാരുടെ കയ്യിലാണ്. അവർ അധിനിവേശം നടത്തി അക്രമപരമായ യുദ്ധങ്ങളും മറ്റും ചെയ്ത് മുസ്ലിമീങ്ങളെ ആട്ടിയോടിച്ച് അവർ കൈവശപ്പെടുത്തിയതാണ്. ഈ തൊബരിയ തടാകം അതിൻ്റെ കര 53 കിലോമീറ്റർ ദീർഘമായി കടക്കുന്നതാണ്. 21 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വെള്ളത്തിൻ്റെ തടാകമാണ്. ശുദ്ധമായ ജലമാണ് അതിലുള്ളത്. ധാരാളം മത്സ്യങ്ങളുണ്ട്. ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ മൊത്തം വിശാലത 166 കിലോമീറ്ററാണ് എന്ന് അത് അളന്ന് നിശ്ചയിച്ച ആളുകൾ പറയുന്നു. അതിൻ്റെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം 46 മീറ്ററാണ് എന്ന് പറയും. 46 മീറ്റർ. ധാരാളം വെള്ളമുള്ള ഒരു പ്രദേശം. ചുരുക്കി പറഞ്ഞാൽ യഅ്ജൂജ് മഅ്ജൂജിന്റെ ആ വിഷയങ്ങൾ പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ യഅ്ജൂജ് മഅ്ജൂജിൽപ്പെട്ട ആദ്യത്തെ ആളുകൾ തൊബരിയ തടാകത്തിലുള്ള വെള്ളം മുഴുവനും കുടിച്ചു തീർക്കും. അതിന് മാത്രമുണ്ടാകും അവർ. ആദ്യത്തെ ആളുകൾ ആ വെള്ളം മുഴുവനും കുടിച്ചു തീർത്ത് പോയി അവസാനം വരുന്ന യഅ്ജൂജ് മഅ്ജൂജിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറയും, ഇവിടെ മുമ്പ് വെള്ളമുണ്ടായിരുന്നു, അതൊക്കെ തീർന്നിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ആളുകൾ കുടിച്ചതാണ് എന്ന് അവസാനം വരുന്നവർക്ക് അറിയാതിരിക്കുമാർ അവരുടെ എണ്ണമുണ്ടാകുമെന്ന് ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ചരിത്രപരമായ അതിപ്രധാനമായ സ്ഥലങ്ങളാണ്. ജൂതന്മാർക്കും നസാറാക്കൾക്കും മുസ്ലിമീങ്ങൾക്കും ഒരുപോലെ
പ്രാധാന്യമർഹിക്കുന്ന പ്രദേശങ്ങളാണ്. ജൂതന്മാരും നസാറാക്കളും ഈ പറയുന്ന സ്ഥലങ്ങളുടെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ആദരവുകളും ബഹുമാനങ്ങളും കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റ കൈയായി ജൂതന്മാരും നസാറാക്കളും മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രദേശത്തിൽ അവർ വർഷങ്ങൾക്ക് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള ശ്രമങ്ങളും ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ദീനിന്റെ വീക്ഷണത്തിൽ ബഹുമാന ആദരവുള്ള പ്രദേശങ്ങൾ. ജൂതന്മാരായ ആളുകളും ഈ പറയുന്ന ദജ്ജാലിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ മുമ്പ് വരുന്ന മഹാനായ ചക്രവർത്തി, ആദരണീയനായ ഭരണാധികാരിയാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കുന്ന ജൂതന്മാരുടെ രക്ഷകനായി വരുന്ന ആളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ശരിയായ തൗറാത്ത്, ഇൻജീലുകൾ ദുർബലപ്പെടുത്തപ്പെടുകയും അതിൽ അവരിലുള്ള പണ്ഡിതന്മാർ കൈകടത്തലുകൾ നടത്തി ദുർവ്യാഖ്യാനം ചെയ്ത് അവർക്കതങ്ങനെ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിക്കുന്നത് ഈ ദജ്ജാൽ അവരുടെ സംരക്ഷകനായി അവർക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കുന്ന, കരയിലും കടലിലും അവരുടെ ആധിപത്യം പുനഃസ്ഥാപിക്കുന്ന വ്യക്തിയാണ് എന്ന്. അപ്പൊ ആ വ്യക്തിനെ എത്രയും പെട്ടെന്ന് ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ ഏതൊക്കെ നിലക്കുള്ള ശ്രമങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനമാണ് അവർ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിമീങ്ങളായ ആദരണീയരായ ആളുകൾ താമസിച്ചിരുന്ന ഈ പറയുന്ന ഫലസ്തീൻ പ്രദേശം അവര് ഈ നിലക്ക് അധിനിവേശം നടത്തി അക്രമപരമായി ആ പ്രദേശം അവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഈ ദജ്ജാല് അവന്റെ അവസാന സമയത്ത് അങ്ങോട്ടാണ് വരിക, അവിടെ വന്നിട്ടാണ് അവരുടെ ഈ രാജ്യം അവർ പുനഃസ്ഥാപിക്കുക. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഭരണം നടത്തിയിരുന്ന പ്രദേശം അവർ വീണ്ടും ആ അധികാരം തിരിച്ചുപിടിക്കുക എന്നവരുടെ ഗ്രന്ഥങ്ങളിൽ അവരെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ പറയുന്ന ദീനിന്റെ വശം കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളായ പല ആളുകളും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അവർ ഇപ്പോഴും അശ്രദ്ധയിലാണ് എന്നുള്ളതാണ് സത്യം. ഏതാണെങ്കിലും ഈ മനുഷ്യൻ അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അൻ അയ്യ ശഅനിഹാ തസ്തഖ്ബിർ, എന്താണ് ചോദിക്കുന്നത്? അപ്പോ ഈ പറയുന്ന തൊബരിയ തടാകം, അതേപോലെ ഐനു സുവർ, അതിലൊക്കെ വെള്ളമുണ്ടോ, മനുഷ്യവാസമുണ്ടോ, ആളുകൾക്കത് ഉപയോഗിക്കാനും കൃഷി ചെയ്യാനും പറ്റുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഖുൽനാ നഅം ഹിയ കസീറത്തുൽ മാ, ധാരാളം വെള്ളമുണ്ട്, ആളുകൾ ആ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഖാല, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഐനു സുഗറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ദജ്ജാല് അതിനെക്കുറിച്ച് പിന്നെ മറ്റൊന്നും പറയാതെ ഈ പ്രദേശത്തൊക്കെ മനുഷ്യവാസമുണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അവനത് പിന്നെ ഒന്നും അവരോട് പറഞ്ഞില്ല. അവന്റെ അവസാനം, അന്ത്യം നടക്കുന്നത് ആ പ്രദേശത്ത് വെച്ചാണ്. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയും അവനെ പിടികൂടുകയും അവനെ വധിക്കുകയും അവന്റെ കൂടെയുള്ള സൈന്യങ്ങളും സഹായികളുമായ ജൂതന്മാരെ നശിപ്പിക്കുകയും ഈ പറയുന്ന നസാറാക്കളുടെ കുരിശിനെ തകർക്കുകയും പന്നിയെ കൊല്ലപ്പെടുകയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യപ്പെടുന്ന അവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം അതിന്റെ കാലം അടുത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ അവസാനമുള്ള ഭാഗങ്ങൾ ഈ ആളുകളോട് അവൻ പറഞ്ഞില്ല എന്നുള്ളത്. പിന്നീട് അവന്റെ ചോദ്യം മാറ്റിയിട്ട് ചോദിച്ചു, ഖാല അഖ്ബിറൂനി അൻ നബിയ്യിൽ ഉമ്മിയീന മാ ഫഅൽ, ഉമ്മിയികളായ ആളുകളിലേക്ക് അയക്കപ്പെട്ട, അഥവാ ഖുറൈശികളിലേക്ക് അയക്കപ്പെട്ട എന്നുള്ള അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായിരുന്നു. ആ പ്രവാചകനെ കുറിച്ച് വിവരം എനിക്ക് നിങ്ങൾ നൽകി, എന്ത് ചെയ്തു? അപ്പൊ അവർ പറഞ്ഞു, ഖദ് ഖറജ മിൻ മക്കത്ത വ നസല യസ്രിബ്, അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. ഖാല, അപ്പോ ഈ വ്യക്തി ചോദിച്ചു, അഖാതലഹുൽ അറബ്, അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, യുദ്ധം ചെയ്തിട്ടുണ്ട്. ഖാല കൈഫ സനഅ ബിഹിം, അങ്ങനെ ആ യുദ്ധം ചെയ്തിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പൊ ഫഅഖ്ബർനാഹു, ഞങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, അന്നഹു ഖദ് വഹറ അലാ മൻ യലീഹി മിനൽ അറബി വ അത്വഅു, ആ പ്രവാചകന്റെ അടുത്ത പ്രദേശത്തിലുള്ള അറബികളായ ആളുകളോട് യുദ്ധം ചെയ്തിട്ട് ആ പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ ആ അറബി ഗോത്രങ്ങൾ മുഴുവനും ഇദ്ദേഹത്തിന് വഴിപ്പെട്ട് അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഖാല ലഹും, ദജ്ജാൽ അവരോട്, ഖദ് കാന ദാലിക്, അങ്ങനെ സംഭവിച്ചോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അപ്പോ ഖാല, ഈ പറയുന്ന വ്യക്തി പറഞ്ഞു, അമാ ഇന്ന ദാക ഖൈറുൽ ലഹും അൻ യുതീഉ, ആ പ്രവാചകൻ അനുസരിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് നല്ലത്. ദജ്ജാലാണ് ഈ പറയുന്നത്. ആ പ്രവാചകന് അനുസരിച്ച് പോകുന്നത് തന്നെയാണ് അവർക്ക് നല്ലത്. അവൻ പറഞ്ഞു, വ ഇന്നി മുഖ്ബിറുക്കും അൻ, ഇത്രയും കാര്യങ്ങൾ സംഭാഷണങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ആ വ്യക്തി അവരോട് പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നി അനിൽ മസീഹ്, അവൻ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് അവനെക്കുറിച്ച് ഈ പറയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന്. വഇന്നി ഊഷിക്കു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ്, ഇവിടെ വെച്ച് പുറത്തു കടക്കാനുള്ള അനുവാദം എനിക്ക് ലഭിക്കാനടുത്തായിട്ടുണ്ട്. അങ്ങനെ ഫഅഖ്റുജ്, ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവൻ പുറത്തു കടക്കുക എന്നുള്ളത്. ഈ ഹദീസിൽ കൂടെ അത് വളരെ കൃത്യമായി പറഞ്ഞു.
അങ്ങനെ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫഅസീറ ഫിൽ അർളി, ഭൂമിയിൽ ഞാൻ സഞ്ചരിക്കും. ഫലാ അദഉ ഖറിയത്തൻ ഇല്ലാ ഹബത്തുഹ, ഏത് ഭൂമിയിലുള്ള ഏത് ഗ്രാമങ്ങളും മനുഷ്യവാസമുള്ള ഏത് പ്രദേശങ്ങളുമില്ല ഞാൻ അവിടെ ചെന്ന് ചവിട്ടാതെ. ഫി 40 ലൈല, 40 രാത്രിയാണ് ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അവൻ ജീവിക്കുന്ന കാലയളവ്. 40 രാത്രി, 1 മാസവും 10 ദിവസവും. ഗൈറ മക്ക വ ത്വയ്ബ, മക്കയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിയുകയില്ല, മദീനയിലേക്ക് പ്രവേശിക്കാനും കഴിയൂല. ബൈത്തുൽ മഖ്ദിസിലേക്കും അതേപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിക്കാനും അവന് കഴിയുകയില്ല. ഈ പറയുന്ന 3 ഈ പവിത്രമായ പള്ളികളിലേക്ക്, അതിൻ്റെ അടുത്തുള്ള പ്രദേശത്തേക്ക് കടക്കാൻ അവന് കഴിയുകയില്ല. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽത്താഹുമ, ഈ പറയുന്ന ഹദീസിൽ മക്ക മദീനയുള്ളൂ. മറ്റു സഹിയായ ഹദീസുകളിലുണ്ട് ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച്. അത് എനിക്ക് നിഷിദ്ധമാണ് കടന്നു ചെല്ലൽ. കുല്ലമാ അറത്തു അൻ അദ്ഖുല വാഹിദ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിലേക്ക്, ഔ വാഹിദത്തൻ മിൻഹുമ, ഞാനതിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇസ്തഖ്ബലനി മലക്കുൻ ബിയദിഹി സൈഫു സൽത്തൻ, ഊരിപ്പിടിച്ച വാളുമായി ഒരു മലക്ക് എൻ്റെ അടുത്തേക്ക് വരും. യസുദ്ദുനി അൻഹ, അവിടെ കടന്നു ചെല്ലാൻ എന്നെ അയക്കാതെ അനുവദിക്കാതെ എന്നെ തടഞ്ഞുകൊണ്ട്. വ ഇന്ന അലാ കുല്ലി നഖബിൻ മിൻഹാ മലായികത്തുൻ യഹ്റുസൂനഹ, അതിൻ്റെ ഓരോരോ കവാടങ്ങളിലും അതിലേക്ക് പ്രവേശിക്കാനുള്ള ഓരോ വഴികളിലും കാവൽക്കാരായ മലക്കുകളുണ്ടാകും. ഖാലത്ത്, ഈ ഹദീസ് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ബിൻത് ഖൈസ്. അവർ പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഅന ബിമിഖ്സറതിഹി ഫിൽ മിമ്പർ, മിമ്പറിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അതിൽ കുത്തി, മിമ്പറിൽ കുത്തിയിട്ട് പറഞ്ഞു, ഹാദിഹി ത്വയ്ബത്തു ഹാദിഹി ത്വയ്ബത്തു ഹാദിഹി ത്വയ്ബ, ഇതാണ് ത്വയ്ബ, ദജ്ജാലിന് കടന്നു വരാൻ കഴിയാത്ത സുരക്ഷിതമായ ഇടം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ട ത്വയ്ബ ഇതാണ്, യാനിൽ മദീന എന്ന് പറഞ്ഞതിന് ശേഷം, അലാ ഹൽ കുന്തു ഹദ്ദസ്തുക്കും ദാലിക്, ഈ സംഭവം ഞാൻ നിങ്ങളോട് ഇതിന്റെ മുമ്പ് വിവരം തന്നിരുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, സഹാബികൾ, അതേ, മുമ്പ് നിങ്ങൾ ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ശേഷം പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു അഅജബനി ഹദീസു തമീമിദ്ദാരി, തമീമുദ്ദാരി പറഞ്ഞ ആ ഹദീസ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി. അന്നഹു വാഫഖല്ലദീ കുന്തു ഉഹദ്ദിസുക്കും അൻ, ഞാൻ മുമ്പ് ദജ്ജാലിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞതിനോട് കൃത്യമായി യോജിക്കുന്ന വിവരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചുകൊണ്ട് അത് സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തു നമുക്ക് വിവരം തന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്നഹു ഫീ ബഹരി ഷാം, ദജ്ജാൽ സ്ഥിതി ചെയ്യുന്നത്, അവനെ ബന്ധിതനാക്കപ്പെട്ടിരിക്കുന്ന ഷാം കടലിലാണ്. ഔ ബഹരി അൽ യമൻ, യമനിന്റെ ഭാഗത്തുള്ള കടലിലാണ്. ഏകദേശം അതൊക്കെ ഒരു ഭാഗത്ത് ആയിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖ്, അങ്ങനെയാണ് പറയുന്നത്, മശ്രിഖിന്റെ ഭാഗത്താണ്. മാഹു മിൻ ഖിബലിൽ മശ്രിഖ്, മാഹു മിൻ ഖിബലിൽ മശ്രിഖ്, ആ പറയുന്ന വാക്കിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് മശ്രിഖിന്റെ ഭാഗത്താണ്, ഏകദേശം കിഴക്ക് ഭാഗത്തുള്ള ഈ ഷാമിന്റെ ഭാഗങ്ങൾ, ഇറാന്, മിസ്ർ, ഫലസ്തീന് പോലത്തെ ഈ ഷാമുമായി ബന്ധപ്പെട്ട ആ പ്രദേശം, ഖുറാസാനിന്റെ ഭാഗം എന്ന് മറ്റു ചില റിവായത്തുകളിലുണ്ട്. ഖുറാസാൻ എന്ന് പറയുന്നത് ഇറാനിന്റെ ഏകദേശം ആ ഭാഗത്തിനോട് അടുത്തതാണ്, ആ ഭാഗത്താണ് എന്നൊക്കെ ഹദീസുകളുണ്ട്. ഏകദേശം ഒരു സൂചന. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ അവൻ മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കാണിക്കണ്ട എന്ന് കരുതിയാൽ, അത് പോയി അന്വേഷിച്ച് വെളിവാക്കി തിരിച്ചു കൊണ്ടുവരാനോ അത് പുറത്തേക്ക് കാണിക്കാനോ ഒരാൾക്കും സാധ്യമല്ല. ഇന്ന് ലോകത്തെ ആളുകൾ സാറ്റലൈറ്റുകളും റഡാറുകളും മറ്റുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യന്മാർ ആരും ഇന്ന് വരെ ഇങ്ങനെ ഒരു വ്യക്തിയെ ഈ പറയുന്ന കടലിൽ എവിടെയെങ്കിലും കണ്ടതായിട്ട് അവരാരും അത് അവകാശപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സമയത്ത് ഈ പറയുന്ന വ്യക്തിയെ അവൻ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് വന്ന ഈ വിവരങ്ങളല്ലാതെ അവനെക്കുറിച്ച് നമ്മൾ പറയുന്നതിലും ചർച്ച ചെയ്യുന്നതിലും പ്രത്യേകിച്ച് പ്രസക്തി ഇല്ലതാനും. ഇതാണ് ദജ്ജാലിനെ കുറിച്ച് ഹദീസുൽ ജസ്സാസ എന്ന് പറയുന്ന ഈ ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത സംഭവം. ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഔമ ബിയദിഹി ഇലൽ മശ്രിഖ്, മദീനയിൽ നിന്ന് മശ്രിഖിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്താണ് അവൻ സ്ഥിതി ചെയ്യുന്നത് എന്ന്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയാണ്, ഫഹഫിൽതു ഹാദാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഈ പറയുന്ന കാര്യം ഞാൻ മനഃപ്പാടമാക്കി എന്ന് പറഞ്ഞ് ഇമാം ശുഅബ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ചോദിച്ച ആ ചോദ്യത്തിൽ കൃത്യമായി റസൂലിൽ നേർക്ക് നേരെ കേട്ടൊരു സംഭവം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരികയെന്ന് പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞു കൊടുത്തതാണ്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മസീഹു ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ മുഴുവൻ ക്രോഡീകരിച്ച്
അതിൽ സഹീഹായ സ്വീകാര്യോഗ്യമായ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അൽ മസീഹുദ് ഖിസ്സത്തുൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെയുണ്ട് അദ്ദേഹത്തിന് ഹദീസിൽ. ആ ഹദീസിൽ ഈ പറയുന്ന ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം, യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാൻ 70,000 അലൈഹിമുത് തയാലിസ. ഈ പറയുന്ന ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജൂതന്മാരുടെ കൂട്ടത്തിൽ 70,000 ആളുകൾ അവന്റെ സൈന്യങ്ങളും സഹായികളുമായി അവനോട് പിന്തുടരും. അസ്ബഹാൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തിലുള്ള 70,000 ജൂതന്മാര് അവന്റെ സഹായികളും അവന്റെ സൈന്യങ്ങളുമായി അവന്റെ പിന്നിൽ കൂടും. അലൈഹിമുത് തയാലിസ, അവരുടെ മേൽ ഒരു തയാലിസ എന്ന് പറയുന്ന വസ്ത്രം, പ്രത്യേകിച്ച് ജൂതന്മാരായ ആളുകൾ, അതിലുള്ള പണ്ഡിതന്മാര്, അതേപോലെ തന്നെ ദീനിന്റെ വശത്തിൽ പ്രമുഖരായ ആളുകൾ അവരുടെ തോളിൽ കൂടെ ഇടുന്ന ഒരു പ്രത്യേകമായ കരകളും അടയാളങ്ങളുമുള്ള ഒരു വസ്ത്രമാണ് ത്വയാലിസ. ഇന്നും ജൂതന്മാരായ ആളുകളെ നമ്മൾ ഇന്റർനെറ്റ് പോലത്തിൽ പരിശോധിച്ച് അവരെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വസ്ത്രങ്ങൾ ധരിച്ചവരായിട്ട് നമുക്ക് അവരെ പലരും കാണാൻ കഴിയും. ഈ അസ്ബഹാൻ എന്ന് പറയുന്നത് ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇന്ന് ഇറാനിന്റെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും വളരെ മികച്ചു നിൽക്കുന്ന പ്രദേശമാണ് അസ്ബഹാൻ എന്ന് പറയുന്നത്. ഈ ഇറാനികളായ ആളുകൾ ആധുനികമായ ആയുധങ്ങളും സൈനികമായ ശക്തികളും അവിടെ ഒരുക്കൂട്ടിയതിന്റെ പിന്നിലുള്ള കൃത്യമായ അവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ജൂതന്മാരെയോ അതല്ലെങ്കിൽ നസാറാക്കളെയോ ആക്രമിക്കലും യുദ്ധം ചെയ്യലും അല്ല താരം. അവരത് പല പ്രാവശ്യം അവരുടെ പ്രമുഖരായ ആളുകൾ അത് പറഞ്ഞതാണ്. മക്ക മദീന പോലത്തെ തൗഹീദിന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, മുസ്ലിം രാജ്യങ്ങൾ ആക്രമിച്ച് അത് അവരുടെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് ജൂതന്മാരോടും നസാറാക്കോടും ഉള്ളതിലേറെ ഏറ്റവും ശക്തമായ ശത്രുത ഉള്ളതുപോലും ഈ മുസ്ലിമീങ്ങളായ തൗഹീദ് സുന്നത്തിന്റെ ആളുകളോടാണ് താരം. അത് അവർ പലപ്പോഴും അത് പറഞ്ഞതാ പരസ്യമായിട്ട്. അള്ളാഹു ആലം, അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണെന്ന് നമുക്കറിയുകയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ പറയുന്ന കുറച്ച് ദിവസങ്ങളിൽ ഈ ജൂതന്മാരും ഈ പറയുന്ന റാഫിദി ഷിയാക്കളും തമ്മിൽ ഇത്തരം ശക്തമായ സംഘടനകളും ആക്രമണങ്ങളും ഉണ്ടായതിന്റെ പിന്നിൽ എന്താണ് എന്ന് നമുക്കറിയുകയില്ല. അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണ് എന്നുള്ളത് കൃത്യമായി എനിക്കറിയുകയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അത് കേട്ടോ അറിഞ്ഞോ ഉണ്ടോ എന്ന് അറിയുകയില്ല. യഥാർത്ഥത്തിൽ ഇവരുടെ ശത്രുത റാഫിദികളായ ഇറാനികളായ ഈ പറയുന്ന ഷിയാക്കളായ ആളുകളുടെ ഏറ്റവും വലിയ ശത്രുത മുസ്ലിമീങ്ങളോടാണ്, അഹ്ലുസുന്നയുടെ ആളുകളോട്. അവരെ നശിപ്പിക്കാനും ആക്രമിക്കാനും അവരുടെ രാജ്യങ്ങളും സ്ഥാപനങ്ങളും അവരുടെ സമ്പത്തും അവരുടെ ആരാധനാ സ്ഥലങ്ങളും അത് ആക്രമിച്ച് പിടിച്ചടക്കാനാണ് അവർ ഈ പറയുന്ന സംവിധാനങ്ങൾ ഇസ്ബഹാൻ എന്ന് പറയുന്ന പ്രത്യേകമായ സ്ഥലത്ത് ഒരുക്കുകൂട്ടി വെച്ചിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ ജൂതന്മാരും അവരുടെ സഹായികളായ നസാറാക്കളും വന്ന് ചില ആക്രമണങ്ങളും കാര്യങ്ങളും അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് അല്ലാഹു അലം നമുക്ക് കൃത്യമായി അറിയുകയില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള 70,000 ജൂതന്മാര് ദജ്ജാലിന്റെ കൂടെ സഹായികളും സൈന്യങ്ങളുമായി കൂടുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, അസ്ബഹാൻ എന്ന് പറയുന്ന ആ രാജ്യത്ത്, ആ സ്ഥലത്ത് തന്നെ ഇറാനിൽ അൽ യഹൂദിയ എന്ന് പറയുന്ന പ്രത്യേക ഗല്ലികളുണ്ട് എന്നുള്ളത്, പ്രത്യേകമായ ചില ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങൾക്ക് തന്നെ പേര് അൽ യഹൂദിയ എന്നാണ്. പിന്നീട് മുസ്ലിം ഭരണാധികാരികളൊക്കെ ചിലർ വന്നതിന്റെ ശേഷം അവിടെ മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ജൂതന്മാർ മാത്രമായിരുന്നു എന്നുള്ളത്. ഈ പറയുന്ന ജൂതന്മാര് ദജ്ജാലിന്റെ സഹായികളായി അവർ ആയുധമണിഞ്ഞുകൊണ്ട് പ്രത്യേകമായ വസ്ത്രവും യൂണിഫോമും ധരിച്ചുകൊണ്ട് അവരുണ്ടാകും. പച്ചയും വെള്ളയും നിറത്തിലുള്ള തൊയാലിസത്തി എന്ന് പറയുന്ന വസ്ത്രങ്ങൾ പുറഭാഗത്തിൽ കൂടെ തോളിൽ കൂടെ ചുറ്റുന്ന വസ്ത്രം ഉണ്ടാകും. അതേപോലെ താർത്താരികളായ ആളുകൾ ഈ ദജ്ജാലിന്റെ സഹായികളായി ഉണ്ടാകും. പ്രത്യേകിച്ച് ചൈനയുടെ ഭാഗത്തുള്ള ആളുകളാണ്. വഖൽഖുൻ മിൻ അഹ്ലി ഖുറാസാൻ, ഖുറാസാൻ എന്ന് പറയുന്നതൊക്കെ ഏകദേശം ചൈനയോട് ചേർന്ന ആ പ്രദേശങ്ങളാണ്. അവിടെയുള്ള ആളുകൾ ഉണ്ടാകും. ഫയൽഹറു അവ്വലൻ ഫി സൂറത്തി മലിക്കിൻ മിനൽ മുലൂക്കിൽ ജബാബിറ, ശക്തനായ അഹങ്കാരിയായ ഒരു ഭരണാധികാരി, ഒരു രാജാവിന്റെ ആ രൂപത്തിലാണ് ഏറ്റവും ആദ്യം ദജ്ജാല് രംഗത്ത് വരിക. ഏറ്റവും വലിയ രാജാവ് ഈ പറയുന്ന അവന്റെ കൂടെ കൂടിയ സൈന്യങ്ങളുടെ സഹായ സംരക്ഷകനാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷം അവൻ നുബുവത്തിനെ വാദിക്കും, പിന്നെ റുബൂബിയത്തിനെ വാദിക്കും. നബിയാണ്, റസൂലാണ് എന്ന് വാദിക്കും, പിന്നീട് റബ്ബാണി എന്ന് വാദിക്കും. അങ്ങനെ മനുഷ്യരിൽ വിഡ്ഢികളായ ആളുകൾ, വിവരം വിദ്യാഭ്യാസവും കാര്യങ്ങൾ ദീനിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ, ചപ്പുചവറുകളായ മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവന്റെ മുന്നിലും പിന്നിലും സഹായികളായി, സംരക്ഷകരായി, അവന്റെ സേവകരായി അവന്റെ കൂടെ ഉണ്ടാകും എന്നാണ്. പ്രത്യേകിച്ച് ഹദീസുകളിലൊക്കെ വന്നതാണ്, സ്ത്രീകളായ ആളുകളായിരിക്കും കൂടുതൽ അവന്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നഹു യത്ബഉഹു മിൻ യഹൂദി അസ്ഫഹാൻ 70,000 അലൈഹിമുത് ത്വയാലിസ, വളരെ വില കൂടിയ പ്രത്യേകമായ രോമത്തിനാലും പട്ടിനാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വസ്ത്രമാണ് ത്വയാലിസ്. അത് ധരിച്ചുകൊണ്ടുള്ള ആളുകൾ അവന്റെ കൂടെ ഉണ്ടാകും. ദജ്ജാല്
ജൂതന്മാരായ ആളുകൾ അവനെക്കുറിച്ച് അൽ മസീഹുബിന് ദാവൂദ് എന്ന്, മസീഹുബിന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ ആ ആധിപത്യം, അധികാരം അത് തിരിച്ചുപിടിക്കുന്ന, ലോകം മുഴുവനും ആധിപത്യത്തിൽ കൊണ്ടുവരുന്ന വ്യക്തിയിൽ ആ ഒരു സ്വപ്ന ലോകത്താണ് ഈ ജൂതന്മാർ ഈ പറയുന്ന പണികൾ മുഴുവൻ എടുക്കുന്നത്. അത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. ലോകത്തുള്ളവർ മുഴുവൻ അവരുടെ അടിമകളാകും, അധികാരം, ആധിപത്യം അവരുടെ കയ്യിൽ വരും, ജൂതൻ എന്ന് പറയുന്ന അവരുടെ സംരക്ഷകനായ ഭരണാധികാരി വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവന്റെ അധികാരം കടലിലും കരയിലും മുഴുവൻ അതുണ്ടാകും. അവന്റെ കൂടെ സമുദ്രങ്ങളും നദികളും ഭൂമിയിലുള്ള നിയമത്തുകളും അവന്റെ കൂടെ സഞ്ചരിക്കും. അതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് അവരുടെ ബഹുമാനാദരവിനെ അറിയിക്കുന്നതാണ്. ജൂതന്മാർക്കുള്ള വാദമാണ് നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ പുത്രന്മാരാണ്, അള്ളാഹുവിന് വേണ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ, ഈ ഭൂമിയുടെ ആധിപത്യത്തിന് അർഹരും അധികാരമുള്ള ആളുകളും ഞങ്ങളാണ് എന്ന്. ജൂതന്മാരുടെ ഈ വിശ്വാസം പോലത്തെ വിശ്വാസം മുശ്രിക്കീങ്ങളായ കുഫാറുകളായ പല ആളുകളുമുണ്ട്. ലോകം മുഴുവനും അവരുടെ ആധിപത്യത്തിൽ വരും എന്നുള്ളത്, അതും ഇതുപോലത്തെ കെട്ടുകഥകളും കള്ളക്കഥകളുടെ വിശ്വാസത്തിന്റെ പേരിൽ അവർ വെച്ചു പുലർത്തുന്നതാണ്. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഭൂമി അല്ലാഹുവിൻ്റെത്, ആകാശം അല്ലാഹുവിൻ്റെതാണ്, അധികാരവും ആധിപത്യവും അനുഗ്രഹങ്ങളും നിഅമത്തുകളും അത് അല്ലാഹുവിൻ്റെതാണ്. അവൻ അത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് നൽകും. അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങൾ, മുവഹിദീങ്ങളായ മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അവസാന വിജയം മുഅ്മിനീങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾക്ക്, മുത്തഖീങ്ങൾക്ക്, മുവഹിദീങ്ങളായ ആളുകൾക്ക് മാത്രമാണ്. ഇതാണ് യഥാർത്ഥം, ഇതാണ് സത്യം. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് ഈ ലോകത്തുള്ള ആധിപത്യവും അധികാരവും സ്വാധീനവും നൽകുന്നത് അവന്റെ ബഹുമാന ആദരണീയായ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. അദ്ദേഹത്തിന്റെ കയ്യാലെ ഈ നാശത്തിന്റെ, ലലാലത്തിന്റെ, വഴികേടിന്റെ മസീഹായ ഈ മനുഷ്യനെ, വ്യക്തിയെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ ഈ ഹദീസിന്റെ ഖിസ്സത്തുൽ മസീഹ് ദജ്ജാൽ, ഖിസ്സത്തുൽ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന ആ കിതാബിൽ 30-ലേറെ സഹാബികൾ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ഇതിൽ പറയുന്നത് കാണാൻ. 30-ലേറെ സഹാബികൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് ഇറങ്ങി വരും എന്നുള്ളത് 10-20 സഹാബികൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായതിനോട് കൂടെ ലലാലത്തിന്റെ അശ്അരികളിൽ അഖ്ലാനികളായ ചില ആളുകൾ, ഈജിപ്തിലുണ്ടായിരുന്ന മുഹമ്മദ് അബ്ദു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അബുൽ അല മൗദൂദി പോലത്തെ പല ആളുകളും ഈ ദജ്ജാലിനൊക്കെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ, എഴുതി വച്ച അവരുടെ എഴുത്തുകളും അവരുടെ സംസാരങ്ങളും നമുക്ക് കാണാൻ കഴിയും. മുത്തവാത്തിറായ ഹദീസുകൾ എന്നാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. സംശയത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത അത്രയും സനദുകളിൽ കൂടെ വന്ന ഹദീസുകളുണ്ട് താനും. പക്ഷെ എന്നിട്ടുകൂടി ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് സഹിയായ ഹദീസുകളെ തള്ളി നിഷേധിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ ധാരാളം ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ സംസാരങ്ങളും വാക്കുകളുമൊക്കെ. അബൂ ഉമാമൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസു, മനുഷ്യരെ, ഇന്നഹാ ലം തകുൻ ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർളി മുൻദു ദറഅ അല്ലാഹു ദുരിയത ആദമ അഅളമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചോടം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ആ കാലയളവിന്റെ ഇടയിൽ ദജ്ജാലിന്റെ ഫിത്നയിലേറെ ഏറ്റവും ഗൗരവമുള്ളൊരു ഫിത്ന ഇല്ല തന്നെ. ഇത്ര ഗൗരവത്തിൽ പറഞ്ഞു. വഇന്നല്ലാഹ അസ്സ വജല്ല ലം യബ്അത്ത് നബിയ്യൻ ഇല്ലാ ഹദ്ദറ ഉമ്മത്തഹു അദ്ദജ്ജാൽ. അല്ലാഹു ഈ ലോകത്ത് അയച്ച ഒരു പ്രവാചകനുമില്ല, അദ്ദേഹത്തിന്റെ സമുദായങ്ങൾക്ക് ആ പ്രവാചകൻ ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകിയതല്ല. വഅന ആഖിറുൽ അംബിയാഇ വഅൻതും ആഖിറുൽ ഉമം. അവസാനത്തെ പ്രവാചകൻ ഞാനാണ്, നിങ്ങൾ അവസാനത്തെ സമുദായമാണ്. വഹുവ ഖാരിജുൻ ഫീകും ലാ മഹാല. അവൻ നിങ്ങളിലാണ് പുറപ്പെടുക. ഇതല്ലാത്ത മറ്റൊരു സമുദായം ഇനി ദജ്ജാൽ വരാനില്ല. ഈ സമുദായത്തിന്റെ ഏകദേശം അവസാന കാലത്തുള്ള അവരിൽ ഈ ദജ്ജാൽ പുറപ്പെടുക തന്നെ ചെയ്യും, യാതൊരു സംശയം ആ കാര്യത്തില്ല. ഫഇൻ യഖ്റുജ്, ആ ദജ്ജാലെങ്ങാനും പുറപ്പെട്ടു കഴിഞ്ഞു, അന ബൈന ളുഹ്റാനൈക്കും, നിങ്ങളുടെ ഇടയിൽ ഞാനുള്ള സമയത്ത് അവൻ വരുന്ന പക്ഷം, ഫഅന ഹജീജുൽ ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങൾക്കും രക്ഷയും സുരക്ഷയുമായിക്കൊണ്ട് അവന്റെ മുന്നിൽ ഞാനുണ്ടാകും. അവനോട് നേരിടാൻ, അവന്റെ ശർറു ഫിത്നയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് രക്ഷയും സുരക്ഷയുമായിക്കൊണ്ട് ഞാനുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇന്നില്ല. ഇനി വഇൻ യഖ്റുജു മിൻ ബാദി, എന്റെ വഫാത്തിന്റെ ശേഷം ആ ദജ്ജാൽ പുറപ്പെടുന്ന പക്ഷം, ഫകുല്ലു മ്രിഇൻ ഹജീജു നഫ്സിഹി, എല്ലാ ഓരോ വ്യക്തിയും അവന്റെ സ്വന്തം ശരീരത്തിന്റെ സംരക്ഷകനായി നിൽക്കണം, കാവലാളായി നിൽക്കണം. അവന്റെ ഫിത്നയിൽ അകപ്പെട്ട് പരാജയപ്പെടാൻ ഒരിക്കലും ഇടവരരുത്.
ദജ്ജാലിന്റെ ഷർറിൽപ്പെട്ട് അവന്റെ ഫിത്നയിൽപ്പെട്ട് ആദർശം നശിച്ച് തകർന്ന് പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുക തന്നെ ചെയ്യരുത്. വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിം, ഞാൻ വഫാത്തായി പോയി, അള്ളാഹുവാണ് എനിക്ക് പകരം എല്ലാ മുസ്ലിമീങ്ങൾക്കും സംരക്ഷകനായി അവരുടെ അഖീദയും അവരുടെ ദീനും അവരുടെ ആദർശവും സംരക്ഷിച്ച് ഈ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അള്ളാഹുവിനെയാണ് ഞാൻ കണ്ടുവെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ വന്ന് ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ അവന്റെ ഷർറ് ഫിത്നയിൽ അകപ്പെടാതെ സുരക്ഷിതരായി ആദർശം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്തു ചെയ്യും? എന്താണ് പരിഹാരം? നോക്കണം നമ്മൾ. ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്നത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്നയാണ് എന്ന് ഈ പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞ് താക്കീത് നൽകിയതാണ്. അങ്ങനത്തെ ആ ദജ്ജാലിന്റെ ഷർറിൽ അകപ്പെടാതെ ആദർശം സംരക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന മാർഗങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നതുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തഖ്വല്ലാഹിയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കി തഖ്വയുള്ള ആളെ വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വയിൽ ജീവിക്കുകയാണെങ്കിൽ ഏത് വിപത്തിൽ അകപ്പെട്ടാലും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി അള്ളാഹു ഉണ്ടാക്കും, കാര്യങ്ങൾ എളുപ്പമുണ്ടാക്കും. ഏറ്റവും ആദ്യം നമ്മൾ കൈമുതലായി സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അവന്റെ ഷർറിൽ നിന്ന് നിരന്തരം ദുആ ചെയ്യുക അള്ളാഹുവിനോട്. വരുന്നതിന്റെ മുമ്പ് തന്നെ, അകപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ആ ഫിത്നയിൽ അകപ്പെടാതെ സുരക്ഷിതരാവാൻ വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നിസ്കാരങ്ങളിൽ നിന്ന് തശഹുദും റസൂലിന്റെ മേൽ സ്വലാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്ത് 4 കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത്. ദജ്ജാലിന്റെ ഫിത്ന അതിൽ എണ്ണിയതാണ്. അതിൽ നിന്ന് കാവലിനെ തേടുക. വേറൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലിനെ ആരെങ്കിലും കണ്ടു എന്നുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്യുക. സൂറത്തുൽ കഹ്ഫിന്റെ. സുബ്ഹാനല്ലാഹ്, ദജ്ജാലിന്റെ ഫിത്ന ഇത്ര ശക്തമാണ്. അവന്റെ കൂടെ ഇത്ര അനുയായികളും മനുഷ്യരെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാവുന്ന പരീക്ഷണങ്ങളുമായി വരുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ 10 ആയത്തുകൾ പാരായണം ചെയ്താൽ അവന്റെ ഷർറിൽ നിന്ന് സുരക്ഷിതരാകാൻ കഴിയും. പരിശുദ്ധ ഖുർആന്റെ മഹത്വം, അതിന്റെ പവർ, ഇത്ര വലിയ ഫിത്നകൾ, ഇത്ര വലിയ ഷർറുകൾ വരുമ്പോൾ തടുക്കാനും താങ്ങാനും കഴിയാത്ത വിപത്തുകളുടെ മുന്നിൽ അള്ളാഹുവിന്റെ കലാമിന്റെ അതിന്റെ ഇസ്സത്ത്, അതിന്റെ മഹത്വം, ആ പരിശുദ്ധ ഖുർആൻ അത് പഠിച്ച് അമലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യന് ലഭിക്കുന്ന രക്ഷയും സുരക്ഷയും. നാസിറുദ്ദീൻ അൽബാനി അതിന്റെ ചില റിവായത്തുകളുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിലെ 10 ആയത്തുകൾ നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞ ഷാദാണ്, ഒറ്റപ്പെട്ട റിവായത്താണ്. അതിൽ ശരിയായ നമുക്ക് അവലംബിക്കാവുന്നത് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലുള്ള 10 ആയത്തുകൾ. സൂറത്തുൽ കഹ്ഫിന് ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ പറയുന്ന അധ്യാപനങ്ങൾ, ആ പറയുന്ന 10 ആയത്തുകൾ പാരായണം ചെയ്യാൻ. മറ്റ് ഒരു വിഷയം, ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മറ്റൊരു പോംവഴി, ഈ പറയുന്ന യഥാർത്ഥ ദജ്ജാലിൽ നിന്നും മറ്റുള്ള എല്ലാ ദജ്ജാലുകളും കള്ളനാണയങ്ങളായ ലലാലത്തിന്റെ ഫസാദിൻ്റെത് എവിടെ കേട്ടാലും എവിടെ ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകാതെ അതിൽ നിന്ന് കൂടുതൽ അകലം പാലിക്കാൻ തയ്യാറാകാം. പുതുമുണ്ട് എന്ന് പറയുമ്പോക്കിന്, ആൾക്കൂട്ടുണ്ട് എന്ന് പറയുമ്പോക്കിന്, അവിടെ നേതാവുണ്ട്, കാര്യപ്പെട്ട ആളുണ്ട് എന്ന് പറയുമ്പോക്കിന് ഈ ഫസാദിന്റെ ലലാലത്തിന്റെ വഴികേടിന്റെ ദജ്ജാലുകൾ, ചെറിയ ദജ്ജാലുകളുണ്ട് സമൂഹത്തിൽ ധാരാളം. ആ ദജ്ജാലുകളിൽ നിന്നിട്ട് മാറി നിൽക്കുക, ഫസാദിന്റെ ഫിത്നന്റെയും രംഗത്തേക്ക് പോകാതെ ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക. ഈ പറയുന്ന ദജ്ജാല് വരുമ്പോൾ അവന്റെ അടുത്തേക്ക് പോകാതെ കഴിവിന്റെ പരമാവധി മാറി സുരക്ഷിതനായി രക്ഷപ്പെട്ടു പോവുക. അത് ഒരു പരിഹാരമാണ്. വേറെ ഒരു പരിഹാരം, മക്ക, മദീന, ബൈത്തുൽ മഖ്ദിസ് പോലത്തെ സ്ഥലങ്ങളിൽ ചെന്ന് താമസിക്കുക എന്നുള്ളതാണ്. പക്ഷേ മദീനയിലൊക്കെ ചെന്ന് താമസിച്ച് കള്ളനാണയങ്ങളും സൂഫികളും ഖുറാഫികളും തബ്ലീഗരും യഥാർത്ഥ തൗഹീദും സുന്നത്തില്ലാത്ത ആളുകൾ മദീനയിൽ ചെന്നിട്ട് ഞങ്ങൾ തൈബന്റെ ആളുകളാണ്, താബന്റെ ആളുകളാണ്, റസൂലുള്ളാഹി മുത്തനബിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത്, ഈ ദജ്ജാലിന്റെ സമയത്ത് 2-3 ഭൂമി കുലുക്കങ്ങൾ മദീനയിൽ അനുഭവപ്പെടും. ഉള്ള മുനാഫിഖീങ്ങളും മുനാഫിഖാത്തും മുഴുവനും മദീനയിൽ നിന്നിട്ട് പുറത്തു പോകും പേടിച്ചിട്ട്. അങ്ങനെ ദജ്ജാൽ വന്ന് മദീനയുടെ പുറത്ത് തമ്പടിച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഒഴുകും ആളുകൾ. മദീന നിൽക്കൂല. യൗമുൽ ഖലാസ് എന്ന് ആ ദിവസത്തിന് പറയും. എല്ലാ കീടങ്ങളും വൃത്തികെട്ടത് മദീനയിൽ നിന്നിട്ട് ഒഴിവാക്കുന്ന ദിവസം. അപ്പോൾ ശരിക്കുള്ള തൗഹീദും സുന്നത്തുല്ലാതെ മദീനയിൽ ചെന്ന് താമസിച്ചു എന്ന് കരുതി സുരക്ഷിതരായിട്ട് അവിടെ നിലനിന്ന് പോകാൻ കഴിയുകയില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്താൽ ഈ പറയുന്ന ദജ്ജാലിന്റെ ഷർറിൽ നിന്ന്, മറ്റുള്ള ഫിത്നകളിൽ നിന്ന് അള്ളാഹു അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് സംരക്ഷണം നൽകും. മറ്റൊരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു യഖ്റുജു മിൻ ഖല്ലത്തിൻ ബൈന ശാമി വൽ ഇറാഖ്. മശ്രിഖി എന്ന മദീനയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രദേശത്താണ് അവൻ പുറപ്പെടുക.
ഫയഈസു യമീനൻ വശിമാലൻ, ഭൂമിയിലെ ഇടത്തും വലത്തും മുഴുവൻ അവൻ ഫസാദുമായി സഞ്ചരിക്കും. യാ ഇബാദല്ലാഹ് ഫസ്ബുതു, അള്ളാഹുവിന്റെ അടിമകളെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. ഏത് ഫിത്നകൾ വന്നാലും ഏത് ഫസാദ് വന്നാലും അതിലൊന്നും അകപ്പെടാതെ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ആദർശത്തിൽ മുറുകെ പിടിച്ചു നിൽക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത്. ഫഇന്നി സഅസിഫുഹു ലക്കും സിഫതൻ ലം യസിഫുഹാ ഇയ്യാഹു നബിയ്യുൻ ഖബലി, എന്റെ മുമ്പുള്ള ഒരു പ്രവാചകന്മാരും വിശേഷിപ്പിക്കാത്ത രൂപത്തിൽ ഞാൻ അവനെക്കുറിച്ച് നിങ്ങൾക്ക് വിശേഷിപ്പിച്ചു തരാം. ഇന്നഹു യബ്ദഉ ഫയഖൂലു അന നബിയ്യുൻ, അവന്റെ തുടക്കത്തിൽ അവൻ വന്ന് പറയാ ഞാൻ നബിയാണ്. അതിനിടയ്ക്ക് രാജാവ എന്ന് പറഞ്ഞ് വന്ന് ആളും പാളുകൾ കൂടുമ്പോൾ നബിയാണ് എന്ന്. വലാ നബിയ്യ ബാദി, എന്റെ ശേഷം നബിയില്ല. നബിയാണെന്ന് പറഞ്ഞാൽ കള്ളത്തരാണ്, കളവാണ്. എന്റെ ശേഷം പ്രവാചകനില്ല. പിന്നെ രണ്ടാമത് സുമ്മ യുസന്നി ഫയഖൂലു അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അവൻ രംഗത്ത് വരിക. വലാ തറൗന റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഈ ലോകത്ത് റബ്ബ് വരൂല, അവനെ നിങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് കാണാൻ കഴിയൂല. വഇന്നഹു ആവർ, അതേപോലെ തന്നെ വഇന്നഹു ആവർ വഇന്ന റബ്ബക്കും ലൈസ ബിആവർ, അവന്റെ കണ്ണിന് അവൻ ശരിയായ രൂപത്തിലല്ല, അതിന് വികലതയുള്ള ആളാണ്. അവന്റെ കാഴ്ചക്ക് വികലതയുള്ള ആളാണ് അവന്. നിങ്ങളുടെ റബ്ബ് ആവറല്ല, അള്ളാഹുവിൻ്റെത് പൂർണ്ണമാണ് അവന്റെ വിശേഷണങ്ങൾ. അവന്റെ ഒരു കണ്ണ് പൊന്തി വീർത്ത ഒരു മുന്തിരി പോലെ വീർത്ത് പൊന്തിയതും മറ്റേ കണ്ണിന്റെ ഭാഗത്ത് കട്ടിയുള്ള ഒരു തുകൽ, ഒരു തോൽ ഭാഗം അതിന്റെ ഭാഗത്ത് അതിനെ മൂടി മറച്ചുകൊണ്ടുമാണ് എന്ന് ഹദീസുകളിലുണ്ട്. വഇന്നഹു മക്തൂബൻ ബൈന ഐനൈഹി കാഫിറുൻ, അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ അഥവാ ആ സ്ഥലത്തിന്റെ ഇടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിരിക്കും. ഒരു കണ്ണ് പൊന്തി വീർത്തതും മറ്റേത് അത് ഒരു പാട വന്ന് കട്ടിയുള്ളൊരു പാട വന്ന് അത് മൂടിയതുമായിരിക്കും. അതിന്റെ ഇടയിൽ കാഫിർ. മറ്റു ചില റിവായത്തിൽ കഫറ എന്നുണ്ട്. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബുൻ ഔ ഗൈറു കാതിബ്, എഴുത്തും വായനയും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ മുഅ്മിനാണോ മുവഹിദാണോ അവർക്കത് വായിച്ചെടുക്കാൻ കഴിയും. അവന്റെ ഫിത്നകളിൽപ്പെട്ടതാണ് അന്നമാഹു ജന്നത്തൻ വനാറൻ, അവന്റെ കൂടെ സ്വർഗമുണ്ടാകും നരകമുണ്ടാകും. ഫനാറുഹു ജന്നത്തുൻ വജന്നത്തുഹു നാർ, അവൻ സ്വർഗമാണ് എന്ന് പറയുന്നത് യഥാർത്ഥ നരകമായിരിക്കും, അവൻ നരകമാണ് എന്ന് പറയുന്ന യഥാർത്ഥ സ്വർഗവുമായിരിക്കും. അതുകൊണ്ട് ഫമനി ബുത്തുലിയ ബിനാരിഹി, അവൻ ഇഷ്ടപ്പെടാതെ അവന്റെ നരകം കൊണ്ട് ആരെങ്കിലും പരീക്ഷിച്ചു, നരകത്തിലിടാണെന്ന് പറഞ്ഞിട്ടാൽ ഫൽ യസ്തഗിസ് ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായത്തെ തേടുക. വൽ യഖ്റ ഫവാത്തിഹൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലുള്ള ആരംഭത്തിലുള്ള 10 ആയത്തുകൾ പാരായണം ചെയ്യുക. അപ്പോ ഫതകൂനു അലൈഹി ബർദൻ വസലാമൻ കമാ കാനത്തിൻ നാറു അലാ ഇബ്രാഹിം, അവൻ കൊണ്ടുപോയിട്ട് ആ തീയിൽ ഈ വ്യക്തിക്ക് അത് തണുപ്പും രക്ഷയും സുരക്ഷയുമാകും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തീ ആയതുപോലെ. വഇന്ന മിൻ ഫിത്നതിഹി, അവന്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ് അൻ യഖൂല അറാബിയൻ, ഗ്രാമീണനായ ഒരു മനുഷ്യനോട് അവൻ പറയും അറഅയ്ത, നീ ഒന്ന് പറഞ്ഞു തന്ന, ഇൻ ബഅസ്തു ലക അബാക വ ഉമ്മക്, മരണപ്പെട്ടു പോയ നിന്റെ മാതാവിനും പിതാവിനും ഞാൻ പുനർജീവിച്ച് കാണിച്ചു തരാം, നീ വിശ്വസിക്കുമോ? ഞാൻ റബ്ബാണ്. തെളിവെന്താ? നിന്റെ മരണപ്പെട്ട മാതാപിതാക്കളെ ഞാൻ ജീവിപ്പിച്ചിട്ട് കാണിച്ചു തരാം എന്ന് പറയും. അപ്പൊ ആ മനുഷ്യൻ പറയും അതെ, ഗ്രാമീണനാണ്, വേറെ കാര്യങ്ങളില്ലാത്ത ആളാണ്. അപ്പൊ ഫയതമസ്സലു ലഹു ശൈത്വാനാനി ഫീ സൂറത്തി അബീഹി വ ഉമ്മി, അവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ 2 പിശാചുകൾ അവിടെ രൂപപ്പെടും. എന്നിട്ട് അവർ പറയും യാ ബുനയ്യ ഇത്തബിഉഹു ഫഇന്നഹു റബ്ബുക്, മോനെ ഈ പറയുന്ന വ്യക്തിയോട് പിൻപറ്റുക, നിന്റെ റബ്ബാണ് ഈ മുന്നിലുള്ളത്. മിവാപ്പി വന്നിട്ട് മരിച്ചുപോയവർ വന്ന് പറയാ അറാബിയാണ്, ദീനും ഇൽമും കാര്യങ്ങളില്ലാത്ത. അപ്പോൾ ആ മനുഷ്യൻ ആ ഫിത്നയിലകപ്പെടും. വഇന്ന മിൻ ഫിത്നതിഹി അൻ യുസല്ലിത അലാ നഫ്സിൻ വാഹിദത്തിൻ ഫയഖ്തുലുഹ, അവന്റെ ഫിത്നകളിൽപ്പെട്ടതാണ് ഒരു യുവാവായ മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല്ലാൻ അവന് സാധിക്കുക എന്നുള്ളത്. അങ്ങനെ വയൻഷുറുഹാ ബിൽ മിൻഷാർ, വാളുകൊണ്ട് ആ മുഅ്മിനായ മനുഷ്യൻ അവൻ ഉയർന്നു പൊളിക്കും അവന്റെ അനുയായികളുടെ സഹായത്തോടെ. ഹത്താ തുൽഖ ഷിഖ്ഖൈനി, 2 പൊളിയായിട്ട്. എന്നിട്ട് പറയും ഉൻദുറു ഇലാ അബ്ദി ഹാദാ, നോക്കി ജനങ്ങളെ എന്റെ അടിമയെ, ഇനി ഫഇന്നി അബ്അതുഹുൽ ആൻ, അവനെ കൊന്നു മരിപ്പിച്ചു, ഇനി അത് അവനെ ഞാൻ പുനർജീവിപ്പിക്കുന്നു എന്ന് പറയും. തുമ്മ യസ്ഉമു അന്ന ലഹു റബ്ബൻ ഗൈരി, എന്നിട്ട് ഞാൻ അവനെ പുനർജീവിപ്പിച്ചിട്ട് ഈ അടിമ പറയാ പിന്നെ ഞാനില്ലാത്ത റബ്ബുണ്ട് എന്ന് പറയാണ്. എത്ര തെറ്റാണ്! അങ്ങനെ പുനർജീവിപ്പിക്കും, അള്ളാഹു അവനെ ഹയാത്ത് നൽകും. ഫയഖൂലു ലഹുൽ ഖബീത്ത്, അങ്ങനെ ഈ ഖബീത്തായ ദജ്ജാല മുഅ്മിനായ യുവാവിനോട് പറയും മർ റബ്ബുക, ആരാണ് എൻ്റെ റബ്ബ്? അദ്ദേഹം പറയും റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വ അൻത അദുവുല്ലാഹ്, നീ അല്ലാഹുവിൻ്റെ ശത്രുവാണ്. അൻത ദജ്ജാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പ്രവചിച്ചു പോയ ദജ്ജാലാണ് നീ. വല്ലാഹി മാ കുന്തു ഖത്തു അശദ്ദു ബസീറത്തൻ ബിക മിന്നില്ലോ, ഇന്നത്തെ ദിവസം നിന്നെക്കുറിച്ച് എനിക്ക് ഏറ്റവും കൃത്യമായി അറിവും നിന്നെക്കുറിച്ചുള്ള വ്യക്തതയുണ്ടായി, ഈ പണി നീ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു പോയതാണ് എന്ന് പറയും. അവന്റെ ഫിത്നകളിൽപ്പെട്ടതാകുന്നു അൻ യഉമറ സമാ അൻ തുംതിറ ഫതുംതിർ, ആകാശത്തോട് സൂചിപ്പിച്ച് മഴ വർഷിക്കാൻ പറയുമ്പോൾ മഴ വർഷിക്കും. ദജ്ജാൽ ഈ ലോകത്ത് വരുന്ന സമയത്ത് കഠിനമായ വെള്ളത്തിന്റെ ക്ഷാമവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഉള്ള
അവർ കാലഘട്ടത്തിലാണ് വരികയെന്ന് മറ്റ് ഹദീസുകളിലുണ്ട്. ആകാശത്തിനോട് അതിൻ്റെ മഴയിൽ നിന്നിട്ട് 3 ഭാഗം നിർത്താൻ വേണ്ടി പറയും. അതിൻ്റെ ആകാശത്തോട് ഭൂമിയോട് അതിൻ്റെ സസ്യങ്ങൾ അത് 3 ഭാഗം പിടിച്ചു വെക്കാൻ. 2-ാമത്തെ വർഷം അതിൻ്റെ പകുതി. ഇങ്ങനെ ജനങ്ങൾ അതികഠിനമായ പ്രയാസം, കഷ്ടപ്പാട്, വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്താണ് ദജ്ജാൽ വരിക എന്ന് ഹദീസുകളുണ്ട്. അങ്ങനെ ഇവൻ വന്ന് ആകാശത്തോട് മഴ വർഷിക്കാൻ വേണ്ടി പറയുമ്പോൾ മഴ വർഷിക്കും. ഭൂമിയോട് അതിൻ്റെ സസ്യങ്ങൾ മുളപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് മുളപ്പിക്കും. വഇന്ന മിൻ ഫിത്നതിഹി അൻ യമുറ ബിൽ ഹയ്യി ഫയുകദ്ദിബൂന. ഒരു ഗ്രാമത്തിൽ കൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ അവനെ കളവാക്കും. ഫലാ തബ്ഖാ ലഹും സായിമത്തുൻ ഇല്ലാ ഹലക്. അവരുടെ കാലികളും അവരുടെ വിഭവങ്ങളും മുഴുവനും നശിക്കും. വഇന്ന മിൻ ഫിത്നതിഹി അൻ യമുറ ബിൽ ഹയ്യി ഫയുസദ്ദിഖൂന. അവനിൽ വിശ്വസിക്കും ഒരു ഗ്രാമീണര്. ഫയഉമുറു സമാഅ അൻ തുംതിർ. ആകാശത്തോട് കൽപ്പിച്ചാൽ മഴ വർഷിക്കാൻ വേണ്ടി പറയുമ്പോൾ മഴ വർഷിക്കും. ഭൂമിയോട് അതിൻ്റെ സസ്യങ്ങൾ മുളപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് മുളപ്പിക്കും. ഹത്താ തറൂഹ മവാശിഹിം മിൻ യൗമിഹിം ദാലിക അസ്മന മാ കാനതു വഅഅലമ. അവരുടെ കാലികൾ ഏറ്റവും തടിച്ച് കൊഴുത്ത് ഏറ്റവും നല്ല പാല് അവർക്ക് നൽകുന്ന അതിൻ്റെ അകടുകൾ നിറഞ്ഞ് ഉയർത്തതായിട്ട് അവർക്ക് അനുഭവപ്പെടും. സഹിഹായ ഹദീസുകളിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെ, സഹിഹായതാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾ ഇത് അംഗീകരിച്ചേ മതിയാകൂ, വിശ്വസിച്ചേ മതിയാകൂ. നമ്മൾ പറഞ്ഞു ഭൂമിയിൽ എല്ലാ സ്ഥലത്തും അവനെത്തും. മക്ക, മദീന, അതേപോലെ മസ്ജിദുൽ അഖ്സ, തൂർ സീന പർവ്വതം, അതിൻ്റെ പരിസരം, അങ്ങോട്ട് അവന് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. അതിൻ്റെ കവാടങ്ങളിലൊക്കെ മലക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽക്കാരായി നിർത്തുമെന്നുള്ളത്. മദീനയിൽ അവൻ വന്ന് മദീനയുടെ പുറഭാഗത്തുള്ള ഉപ്പ് പ്രദേശങ്ങളായ ഭൂമിയിൽ അവൻ വരുന്ന സമയത്ത് ഫതർജിഫുൽ മദീനത്തു ബി അഹ്ലിഹാ 3 റജ്ഫാത്ത്, 3 ഭൂമി കുലുക്കം മദീന അനുഭവപ്പെടും. ഫലാ യബ്ഖാ മുനാഫിഖുൻ വലാ മുനാഫിഖത്തുൻ ഇല്ലാ ഖറജ ഇലൈഹി. കാപട്യമുള്ള മുനാഫിഖ് സ്ത്രീ പുരുഷന്മാർ മുഴുവനും അങ്ങനെ ദജ്ജാലിന്റെ അടുത്തേക്ക് പുറപ്പെടും. മദീനയിൽ നിൽക്കാൻ അവർ കഴിയൂല, പേടിച്ചുകൊണ്ട്. ഫതൻഫിൽ ഖബത മിൻഹാ കമാ യൻഫിൽ ഖീറു ഖബതൽ ഹദീദ്. ലോഹങ്ങളുടെ അതിലുള്ള അഴുക്കുകളും വൃത്തികേടുകളും ആ പറയുന്ന ഉപകരണങ്ങളിൽ കൂടെ അത് എങ്ങനെയാണോ ശുദ്ധീകരിക്കുന്നു, അതേപോലെ മദീന അതിലുള്ള അഴുക്കളും വൃത്തികെട്ട ഈ പറയുന്ന കാപട്യമുള്ള ആളുകളൊക്കെ പുറത്താക്കും. ആ ദിവസം യൗമുൽ ഖലാസ്, ശുദ്ധീകരിക്കുന്ന ദിവസം എന്ന് ആളുകൾ പരസ്പരം പറയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഉമ്മു ശരീഖ് ബിന്തു അബിൽ അഖർ സദസ്സിലുണ്ടായിരുന്ന അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി ഫഅൈനൽ അറബു യൗമൈദിൻ. അപ്പൊ അന്ന് അറബികൾ, മുസ്ലിമീങ്ങൾ എവിടെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും യൗമൈദിൻ ഖലീൽ. അന്ന് ഭൂമിയിൽ വളരെ കുറഞ്ഞ സ്ഥലത്തെ മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയുള്ളൂ. വജുല്ലുഹും ബി ബൈത്തുൽ മഖ്ദിസ്. അവരിൽ മിക്കവാറും ആളുകൾ ബൈത്തുൽ മഖ്ദിസിലെ പരിസരത്തായിരിക്കും. വ ഇമാമുഹും റജുലുൻ സ്വാലിഹുൻ. അവരുടെ നേതൃത്വം മഹാനായ മഹ്ദി എന്ന് പറയുന്ന മഹാനായ ആ പണ്ഡിതൻ, ആ ഇമാമായിരിക്കും അവർക്ക് നേതൃത്വം കൊടുക്കും. ചില ഉലമാക്കൾ പറഞ്ഞു ഈ ദജ്ജാൽ കൊല്ലുന്നത് ഇദ്ദേഹത്തിനെയാണ് എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഹദീസുകളുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഫബൈനമാ ഇമാമുഹും ഖദ് തഖദ്ദമ യുസല്ലി ബിഹിം അസ്സുബ്. ബൈത്തുൽ മഖ്ദിസിലാണ്. ദജ്ജാലിന്റെ ഷർറുകളും ഫിത്നകളും അവനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ധാരാളമുണ്ട്. അവന് ഈ ഭൂമിയിൽ 40 ദിവസമാണ്, ഹദീസുകൾ അത് വന്നതുണ്ട്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിൽ ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി, സുബഹി നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം ഇമാമായി നിൽക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അൽ മനാറത്തുൽ ബൈള എന്ന് പറയുന്ന ഏകദേശം ഫലസ്തീനിന്റെയും സിറിയയുടെയും ഇടയിലുള്ള ദിമിഷ്ക് പട്ടണത്തിന്റെ അടുത്ത് ഇന്നും നിലവിലുള്ള വെള്ള മിനാരം എന്ന് പറയുന്ന ആ പ്രദേശത്ത് 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫജ്ർ നിസ്കാരത്തിനോട് ഏകദേശം അടുത്ത് ഇഖാമത്ത് കൊടുത്ത് ഈ ആളുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇമാമായി ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, അങ്ങനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് അവർ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ വരികയാണ്. അപ്പോൾ ഫറജഅ ദാലിക്കൽ ഇമാമു യംശിൽ ഖഹ്ഖറ ലിയതഖദ്ദമ ഈസാ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമായി മുന്നോട്ട് വരാൻ വേണ്ടി ആദ്യം ഇമാമ നിൽക്കാൻ വേണ്ടി തയ്യാറായ അവരുടെ ഇമാമായിരുന്ന ആ വ്യക്തി, ആ മഹ്ദി, അദ്ദേഹം പിന്നിലേക്ക് മടങ്ങും. അപ്പോൾ ഫയളഉ ഈസാ യദഹു ബൈന കതിഫൈ. അദ്ദേഹത്തിന്റെ 2 ചുമലിന്റെ ഇടയിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൈവച്ചുകൊണ്ട് പറയും, തഖദ്ദം ഫസല്ലി. നിങ്ങൾ മുന്നിക്ക് നിൽക്കി, ഇമാമായിട്ട് നിൽക്കി, നിങ്ങൾ നിസ്കരിക്കി. ഫഇന്നഹാ ലക ഉഖീമത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഇഖാമത്ത് നൽകപ്പെട്ടത്, കൊടുക്കപ്പെട്ടത് എന്ന് പറയും. ഫയുസല്ലി ബിഹിം ഇമാമുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട സ്വാലിഹായ ആ ഇമാമായ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ഇമാമായി നിസ്കരിക്കും. ഫഇദൻ സറഫ. നിസ്കാരത്തിന് വിരമിച്ചാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇഫ്തഹുൽ ബാബ്. വാതിൽ തുറക്കി. ജൂതന്മാരായ ആളുകൾ എന്ത് തന്നെ ചെയ്താലും, ഏത് തന്നെ കൗശലങ്ങളും കുതന്ത്രങ്ങളും എത്ര ശക്തി അവർ ഉപയോഗിച്ചാലും, ഈ പറയുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ബൈത്തുൽ മഖ്ദിസ് അല്ലാഹു അതിനെ നിലനിർത്തുമെന്നുള്ളത്.
മുസ്ലിമീങ്ങൾക്ക് അവിടെയുള്ള ഈ പറയുന്ന ഇബാദത്തും കാര്യങ്ങളും തുടർന്നു പോകാനുള്ള സഹായം തൗഫീഖും അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുക്കും എന്നുള്ളത് തന്നെ പൂർണ്ണമായ നിലക്ക് ജൂതന്മാരുടെ കയ്യിലേക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്നുള്ളത് ഈ ഹദീസുകൾ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. വാതിൽ തുറക്കാൻ വേണ്ടി പറയും. ഫയുഫ്തഹു, അപ്പോൾ വാതിൽ തുറക്കപ്പെടുമ്പോൾ വറാഅഹു ദജ്ജാൽ, ആ പരിസരത്ത് അങ്ങോട്ട് പ്രവേശിക്കാൻ വരാതെ ആ പരിസരത്ത് കടക്കാൻ വേണ്ടി ശ്രമം നടത്തി ദജ്ജാൽ ഉണ്ടാകും. വമാഹു 70,000 യഹൂദി കുല്ലുഹും ദു സൈഫിൻ മുഹല്ലൻ വസാജ്, ആയുധമണിഞ്ഞ പൂർണ്ണ സജ്ജരായ യുദ്ധത്തിന് തയ്യാറായ സൈന്യങ്ങളോട് കൂടിയായിരിക്കും ഈ പറയുന്ന ജൂതന്മാർ അവന്റെ കൂടെ ഉണ്ടാകും. ഈ ജൂതന്മാർക്ക് അറിയുകയില്ല ഇവന്റെ പര്യവസാനം ഈ രൂപത്തിലാണ് എന്നുള്ളത്. ഫഇദാ നളറ ഇലൈഹി ദജ്ജാലുൻ ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന മുറക്ക് വെള്ളത്തിൽ ഉപ്പ് എങ്ങനെ ഉരുകി പോകുന്നു അതുപോലെ അവൻ ഉരുകി പോകാൻ തുടങ്ങും. പിന്നീട് അവന് രക്ഷയില്ല, പുരോഗമനമില്ല. വയന്തലിഖു ഹാരിബൻ, അവനോടും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ പറയും, ഇന്നലി ഫീക ലർബത്തൻ ലൻ തസ്ബിഖനി ബിഹ, നിന്നൊരു വെട്ട് എനിക്ക് വെട്ടിയേ മതിയാകും, അതെനിക്കുള്ളതാണ്. ആ വെട്ടിൽ ആ പറയുന്ന ആ വാൾ കൊണ്ടുള്ളൊരു വെട്ട് നിനക്ക് ഏൽക്കാതെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുകയില്ല എന്ന്. അങ്ങനെ ഫയുദരിക്കുഹു ഇൻദ ബാബിൽ ലുദ്ദി അശ്ശർഖി ഫയഖ്തുലുഹു. ബാബുലുദ് ഫലസ്തീനിലാണിത്, ബൈത്തുൽ മഖ്ദിസിനോട് അടുത്ത സ്ഥലത്താണ് ബാബുലുദ്, അറിയപ്പെട്ട പ്രദേശങ്ങളാണ് അതൊക്കെ. അവിടെ വെച്ച് ഈ പറയുന്ന ദജ്ജാലിനെ കൊല്ലും. ഫയഹ്സിമുല്ലാഹുൽ ജഹൂദ്, അവന്റെ കൂടെയുള്ള സൈന്യങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തും. ഫലാ യബ്ഖാ ശൈഉൻ മിമ്മാ ഖലഖല്ലാഹു യതവാറാ ബിഹി യഹൂദി, അള്ളാഹു സൃഷ്ടിച്ച ജീവനുള്ളതോ ജീവനില്ലാത്തതോ മരങ്ങളോ കല്ലുകളോ മറ്റുള്ള ജീവികളോ ഒന്നും തന്നെയില്ല. ഒരു ജൂതൻ അതിന്റെ പിന്നിൽ ചെന്ന് മറഞ്ഞു നിൽക്കുമ്പോൾ ഇല്ല അന്തഖല്ലാഹു ദാലിക ഷൈ, ആ അള്ളാഹുവിന്റെ ആ സൃഷ്ടിയെ അള്ളാഹു സംസാരിപ്പിക്കും. ലാ ഹജർ വലാ ഷജർ വലാ ഹാഇത് വലാ ദാബ, കല്ലോ മണ്ണോ മരമോ അതല്ലെങ്കിൽ ജീവികളോ ഒന്നും തന്നെയില്ല. ഇല്ലൽ ഗർഖദ, ഗർഖദത്ത് എന്ന് പറയുന്ന മരമുണ്ട്, അത് ജൂതന്മാരുടെ മരമാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ ധാരാളം അവർ ഈ പറയുന്ന മരത്തിന് വെച്ച് പൊടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ സന്ദർശിച്ച അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ അത് പറയുന്നത്. ഗർഖദത്ത് എന്ന് പറയുന്ന ആ മരം അത് ജൂതന്മാരുടെ, അത് സംസാരിക്കൂല. മറ്റുള്ളത് മുഴുവനും ഫഇന്നഹാ മിൻ ഷജരിഹിം ലാ തൻതിഖ്, അത് അവരുടെ മരമാണ്, അവർക്ക് സഹായം സപ്പോർട്ടുമായുള്ളത്. ഈ പറയുന്ന മറ്റുള്ള എല്ലാ സൃഷ്ടികളും യാ അബ്ദുല്ലാഹിൽ മുസ്ലിം, യാ അബ്ദുല്ലാഹിൽ മുസ്ലിം, യാ അബ്ദുല്ലാ എന്ന് മാത്രമല്ല മുസ്ലിമായ അള്ളാഹുവിന്റെ അടിമേ, മുസ്ലിമായ അള്ളാഹുവിന്റെ അടിമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, അൽബാനി പോലത്തെ പണ്ഡിതന്മാർ ആ ഒരൊറ്റ വാക്കെടുത്ത് വളരെ വ്യക്തമായി കാര്യങ്ങൾ, യഥാർത്ഥ മുസ്ലിമിനെ രക്ഷയുള്ളൂ. ഷെയ്ഖ് ഉതൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇന്ന് ജൂതന്മാരായ ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകളെ ഈ നിലക്ക് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ അവർ പരിശോധിക്കേണ്ടത്, പുനഃപരിശോധിക്കേണ്ടത്, അവർ തിരിച്ചു ചിന്തിക്കേണ്ടത് അവരുടെ ഇസ്ലാം എവിടെയാണ് എന്നുള്ളതാണ്. ആയുധത്തിന്റെ കാര്യത്തിലോ അംഗബലത്തിലോ മറ്റുള്ളവരുടെ സഹായങ്ങളിലോ അല്ല, അവരുടെ ഇസ്ലാം എവിടെയാണ്, ആ ഇസ്ലാം അവർക്കുണ്ടോ, അതിലവർക്ക് ഏതെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളത്. യാ അബ്ദുല്ലാഹിൽ മുസ്ലിം, മുസ്ലിമായ അള്ളാഹുവിന്റെ അടിമേ, ഹാദാ യഹൂദിയുൻ ഫതആൽ ഫഖ്തുലുഹു, ഇദാ ഒരു ജൂതൻ എന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നു, അവനെ കൊല്ലേ എന്ന് പറയും. വ ഇന്ന അയ്യാമഹു 40 സന, ഈ പറയുന്ന ദജ്ജാലി ഭൂമിയിൽ ജീവിക്കുന്നത് 40 വ ഇന്ന അയ്യാമഹു 40 സന, അസ്സനത്തു 40 വർഷം, 40 സനത്തുൻ, അസ്സനത്തു കനിസ്ഫി അസ്സനത്തു അൽയൗം 40 യൗമൻ, 40 യൗമൻ, ഇതാണ് ഹദീസ്. 40 ദിവസം, 40 വർഷമല്ല, 40 ദിവസമാണ്. അതിൽപ്പെട്ട ഒരു ദിവസം ഒരു വർഷത്തെ ദൈർഘ്യമുണ്ടാകും, ഒരു ദിവസം ഒരു വർഷത്തെ. മറ്റ് ഒരു ദിവസം ഒരു മാസം പോലെ, മറ്റൊന്ന് ഒരാഴ്ച പോലെ, മറ്റൊന്ന് സാധാരണ ആളുകളുടെ ദിവസങ്ങൾ പോലെ. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ലുബ്സുഹു ഫിൽ അർദ്, ഭൂമിയിൽ എത്ര കാലമാണ് ഈ വ്യക്തി ഉണ്ടാകുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, 40 യൗമൻ, 40 ദിവസം. യൗമുൻ കസന, ഒരു ദിവസം ഒരു വർഷത്തെ വൈദൂര്യമുണ്ടാവും, ദൈർഘ്യമുണ്ടാകും. മറ്റൊരു ദിവസം ഒരു മാസം പോലെ, മറ്റൊരു ദിവസം ഒരു ആഴ്ച പോലെ. വസായിറു അയ്യാമിഹി ക അയ്യാമിക്കും, അവന്റെ മറ്റുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മറ്റുള്ള സാധാ ദിവസങ്ങൾ പോലെ. ഈ സാധാ ദിവസങ്ങൾ മറ്റു ചില റിവായത്തുകളിൽ കൂടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പെട്ടെന്ന് പോകുന്ന ദിവസങ്ങളായിരിക്കും സാധാ ദിവസങ്ങൾ, വേഗത്തിൽ.
മദീനയുടെ ഒരു കവാടത്തിൽ ഒരു ഭാഗത്ത് ചെന്ന് മറുഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക്, അന്നത്തെ കാലത്തുള്ള മദീനയിലെ ഒരു ഭാഗത്ത് ഒരാൾ എത്തി മറ്റേ ഭാഗത്ത് എത്തുമ്പോഴേക്കിന് അന്നത്തെ ദിവസം തീർന്ന ഇത്തരത്തിൽ വേഗതയിലായിരിക്കും. സ്വഹാബികൾ സംശയം ചോദിച്ചു, നിസ്കരിക്കൽ എങ്ങനെയാണ് ഈ വേഗതയിൽ? അപ്പം നിങ്ങൾ സാധാ ദിവസത്തിന് കണക്കാക്കുന്നത് പോലെ കണക്കാക്കി നിസ്കരിക്കണം. അതേപോലെ ഒരു ദിവസം ഒരു വർഷത്തെ ദൈർഘ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ സംശയം ചോദിച്ചു. സഹാബ് ഈ പറയുന്ന ദിജാലിന്റെ ഫിത്നകൾ, ഈ പറയുന്ന പ്രയാസങ്ങൾ, ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ ഉള്ള സമയത്തും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നത്, അവർക്കറിയേണ്ടത് ആ കാര്യത്തിൽ എങ്ങനെ കൃത്യത പാലിക്കും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവരോട് പറഞ്ഞു, അതിന്റെ ഓരോ സമയങ്ങൾ ഓരോ ദിവസത്തിനനുസരിച്ച് കണക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ആ പറയുന്ന ദൈർഘ്യം ഒരു വർഷത്തിൻ്റെതുണ്ട്, പക്ഷേ സാധാ ഓരോ ദിവസങ്ങൾക്ക് കണക്ക് കൂട്ടി നിസ്കരിക്കുന്ന ഇബാദത്ത് നിർവഹിക്കുന്നത് പോലെയാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു റിവായത്ത്, ഇന്നഹു ഷാബുൻ ഖതത്തുൻ, അവൻ നല്ല കിടുകിടുത്ത യുവാവാണ്, ശരീരത്തിൽ മാംസം നിറഞ്ഞ ശരീരമുള്ള കിടുകിടുത്ത ശക്തനായ യുവാവായിരിക്കും, മുടി ചടക്കുത്തിയാളാണ്. മറ്റ് ഉണ്ട് ഐനുഹു ത്വാഫിഅ, നമ്മൾ പറഞ്ഞ അവന്റെ കണ്ണിന്റെ സ്ഥിതി, കഅന്നി ഉശബ്ബിഹുഹു ബി അബ്ദുൽ ഉസ്സ ബനി ഖത്തൻ, അവർക്കൊക്കെ സുപരിചിതമായ അബ്ദുൽ ഉസ്സ ബനി ഖത്തൻ എന്ന് പറയുന്ന തടിച്ച് കൊഴുത്ത അവരുടെ കൂട്ടത്തിൽ അവർക്ക് അറിഞ്ഞിരുന്ന ആ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയുണ്ടായിരുന്നു. ആ വ്യക്തിയെ പോലെയാണ് എനിക്ക് അവനെ ഉപമിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവന്റെ കാര്യങ്ങൾ, ഈ പറയുന്ന പരീക്ഷണങ്ങൾ, ഈ പറയുന്ന ഫിത്നകൾ, കാര്യങ്ങളുണ്ടാകും. മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതമുറു വയമുറു ബിൽ ഖരിബ, കാലിയായി കിടക്കുന്ന ഭൂമിയിൽ കൂടെ അവൻ സഞ്ചരിക്കും. അപ്പൊ അവൻ ആ ഭൂമിയോട് പറയും, അഖ്രിജി കുനൂസക്കി, നിന്നിൽ മറച്ചു വെച്ച നിധികൾ, ലോഹങ്ങളും മറ്റുള്ള സമ്പത്തുകളും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ. ഫതത്ബഉഹു കുനൂസുഹ കയആസി ബിൻ നഹൽ, ഈത്ത തേനീച്ചകളുടെ കൂട്ടം പോലെ, തേനീച്ചകളുടെ കൂട്ടങ്ങൾ അതിന്റെ റാണിയെ പിന്തുടർന്ന് പോകുന്നത് പോലെ ആ പറയുന്ന നദികൾ അവന്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നെ ഈ പറയുന്ന ആള്, ഇത് യബ്അസുല്ലാഹുൽ മസീഹ ഇബ്ന മറിയം, അങ്ങനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു യാത്രയാക്കും. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖി ദിമിഷ്കിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഫലസ്തീനോടടുത്ത ആ പ്രദേശത്തുള്ള അവിടെ ബൈന മഹ്റൂദത്തെ രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങുക. വാലി അൻ കഫൈഹി അല അജ്നിഹത്തി മലക്കെ, രണ്ട് മലക്കുകളുടെ ചിറകുകളുടെ മേൽ കൈവച്ച ആളായിട്ട്. ഇതാ റഅസഹു ഖതർ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ തലങ്ങെടുത്ത് താഴ്ത്തുമ്പോൾ അതിൽ നിന്ന് വെള്ളത്തിന്റെ തുള്ളികൾ ഉറ്റുകയും, അപ്പോ കുളി കഴിഞ്ഞ് വൃത്തിയായി പുറപ്പെട്ട ആ രൂപത്തിൽ. വഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലൂൽ, മുത്തുകൾ പോലത്തെ വെള്ളത്തിന്റെ തുള്ളികൾ അതിൽ നിന്ന് ഉതിർന്നു വീഴും. ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റിഹ നഫ്സിഹി ഇല്ലാ മാത്, അദ്ദേഹത്തിന്റെ ആ വാസന ശ്വസിക്കുമ്പോഴേക്ക് കുഫാറുകൾ ഇതുപോലെ ഉരുകാനും അവൻ നശിക്കാനും തുടങ്ങും. അങ്ങനെ ബാബലുദ്ദി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ച് ദജ്ജാലിനെ തേടി പുറപ്പെട്ട് അവനെ അവിടെ വെച്ച് മഹാനായ ആ പ്രവാചകൻ കൊല്ലും. അവന്റെ ഷർറ് കൊണ്ട്, ഫിത്ന കൊണ്ട് ദുരിതം സഹിച്ച് തളർന്ന് പ്രയാസപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾ അദ്ദേഹം അവരുടെ മുഖവും അവരുടെ ശരീരങ്ങളും തടഞ്ഞ് സമാധാനിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ പദവികളും കാര്യങ്ങളും പറഞ്ഞവരെ സമാധാനിപ്പിക്കും. അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആ പ്രവാചകന് വിവരം നൽകും, എന്റെ അടിമകളിൽപ്പെട്ട ഒരു സംഘത്തെ ഇതാ ഞാൻ ഭൂമിയിലേക്ക് തുറന്നുവിടുന്നു, അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ഈ മുഅ്മിനീങ്ങളും നിങ്ങളും അവരോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തരല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളുടെ എതിരെയുള്ള ശത്രുക്കളായ ആളുകളോട് എടുത്തു ചാടി യുദ്ധത്തിനും ആക്രമണത്തിനും പോകരുതേ, നമ്മൾ നിസ്സഹായരാണ്, പ്രാപ്തിയില്ലെങ്കിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്, അവരോട് യുദ്ധത്തിന് ഈ ഫലസ്തീനിലൊക്കെ ചെയ്തതുപോലത്തെ കാര്യങ്ങൾ ചെയ്യരുതേ എന്ന് പറയുന്നതിന് തെളിവായിക്കൊണ്ട് പറയുന്നൊരു സംഭവമാണ്. മഹാനായ ഈസാ നബി ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ, ബഹുമാന ആദരണീയനായി ഈ ഭൂമിയിൽ നീതി നിറച്ചുകൊണ്ട്, മറ്റു റിവായത്തുകളിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ നീതിയുക്തമായി ഭരണം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന സൈന്യങ്ങളെപ്പോലത്തെ ശക്തര മനുഷ്യ സമൂഹമാണവരും, അവരെ അല്ലാഹു തുറന്നുവിടുകയാണ്. ദുൽഖർനൈൻ എന്ന് പറയുന്ന ആ രാജാവ് കെട്ടി തടഞ്ഞു വെച്ച ആ പറയുന്ന മതിൽ പൊളിച്ചുകൊണ്ട് ഭൂമിയിൽ അവർ സഞ്ചരിക്കുകയാണ്, വരികയാണ്. അപ്പം അവരോട് യുദ്ധം ചെയ്യാനോ അവരെ തടുക്കാനോ എതിർക്കാനോ മഹാനായ പ്രവാചകനോ അദ്ദേഹത്തിന്റെ കൂടെ ഇത്ര ആദരണീയരായ മുഅ്മിനീങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യാനും അവരോട് മത്സരിച്ച് നിൽക്കാൻ തയ്യാറാകാതെ തൂരി സീന പർവ്വതത്തിലേക്ക് നിങ്ങൾ അഭയം തേടി പോവുക, അവർ ഈ ഭൂമിയിൽ സഞ്ചരിക്കും. ഇതാണ് കൽപ്പന. അപ്പം നമുക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൂടെ ആക്രമിക്കാനും യുദ്ധം ചെയ്യാനും എടുത്തു ചാടാനും നാശങ്ങളും ഉപദ്രവങ്ങളും കൂടുതൽ വരുത്തിവെക്കാൻ
മുഅ്മിനീങ്ങൾ തയ്യാറാകാതെ പോകരുതേ, അതിന് തെളിവായിക്കൊണ്ടത് പറയലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിവരം കൊടുക്കും, വഹയി നൽകും. എന്റെ സൈന്യങ്ങളിൽപ്പെട്ട സൃഷ്ടികൾപ്പെട്ട വിഭാഗത്തിന് ഇതാ ഞാൻ ഭൂമിയിൽ തുറന്നു വിടുകയാണ്, അവർ പുറപ്പെടുകയാണ്, അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരോട് മത്സരിക്കാനും നേരിടാനും എതിരിടാനും കഴിയാത്തതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളായ അടിമകളെയും കൊണ്ട് നിങ്ങൾ തൂർ സീന പർവ്വതത്തിലേക്ക് അഭയം തേടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും മുഅ്മിനീങ്ങളായ ആളുകളും തൂർ സീന പർവ്വതത്തിൽ അഭയം തേടും. അങ്ങനെ യജൂജ് മഅജൂജ് എന്ന് പറയുന്ന കയ്യും കണക്കുമില്ലാത്ത ഈ പറയുന്ന സൃഷ്ടികൾ ഈ ഭൂമിയിൽ രംഗത്ത് വരികയും അള്ളാഹു അവരെ ഈ ഭൂമിയിൽ പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യും. ഇൻഷാ അള്ളാഹ് ഖിയാമത്ത് നാളിന്റെ മറ്റ് വലിയ ഒരു അടയാളങ്ങൾപ്പെട്ട അടയാളമായ ആ പറയുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്ന ഭാഗങ്ങളും തുടർന്നുകൊണ്ടുള്ള കാര്യങ്ങളും ഇൻഷാ അള്ളാഹ് അടുത്ത സദസ്സുകളിൽ വെച്ച് നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. ഇഖാമത്ത് കൊടുക്കാൻ അല്പം സമയമുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ചെറിയ എന്തെങ്കിലും ആശയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്യാം. ദജ്ജാലിനെ കുറിച്ച് അതല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ